ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഹൗസിംഗ് ലോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചത്. ഈ പ്രാവശ്യവും അല്ലെങ്കിൽ ഈ ദിവസവും ഹൗസിംഗ് ലോണിന്റെ രണ്ടാമത്തെ പാർട്ട് വെച്ചാൽ ഇൻട്രസ്റ്റ് സബ്സിഡി ഉള്ള ഹൗസിംഗ് ലോണുകൾ എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട തോമസ് സാറ് നമ്മോട് സംസാരിക്കും. എല്ലാവരുടെയും പേരിൽ തോമസ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. യുവർ വെൽക്കം സാർ. ഓക്കെ, സ്നേഹമുള്ള നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ നമ്മുടെ ഈ വെബിനാറിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ഹൗസിംഗ് ലോണിനെ പറ്റിയാണ് നമ്മൾ ക്ലാസ് എടുത്തത്. ഇന്നും ഹൗസിംഗ് ലോൺ തന്നെയാണ്, പക്ഷേ നമുക്ക് സബ്സിഡി കിട്ടുന്ന, സബ്സിഡി മീൻസ് ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടുന്ന ഒരു ഹൗസിംഗ് ലോൺ സ്കീമുണ്ട്. ആ സ്കീമിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നമ്മളെല്ലാം എന്തെങ്കിലും സർക്കാരിൽ നിന്ന് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ സബ്സിഡിയോ കിട്ടണമെന്ന് പൊതുവെ ഒരു മനസ്ഥിതി നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ പ്രോഗ്രാം എനിക്ക് തോന്നുന്നത് 10-നേക്കാൾ കൂടുതൽ ആളുകൾ ഒരുപക്ഷെ വന്നേക്കാം. കാരണം സബ്സിഡി ഉള്ള ഹൗസിംഗ് ലോൺ ആണ് ഈ പറയുന്നത് എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു കാരണം. കാരണം സബ്സിഡി നമുക്ക് സർക്കാരിൽ നിന്ന് എന്ത് നമുക്ക് ഫ്രീ കിട്ടുന്നോ അത് നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞ ഇലക്ഷനെ പോലും ഈ ഫ്രീ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എൻ്റെ തോന്നൽ. ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തുടർഭരണം ഒരിക്കലും ഉണ്ടാകാത്ത ഒരു കാര്യമാണ്. എന്നിട്ടും കേരളത്തിൽ കാര്യമായ വികസനമൊന്നും ചെയ്യാത്ത ഒരു ഭരണമായിട്ടും, എന്നാൽ സാധാരണ അഴിമതി പൊതുവെ ചെയ്യുന്ന ഒരു കോൺഗ്രസ്സുകാരാണെന്ന് പറയണം, കോൺഗ്രസ്സുകാർ ചെയ്യുന്നവരുമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അഴിമതിയും ചെയ്തതാണ്. എന്നിട്ടും ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഇപ്പോഴും ജയിലിലാണ് കിടക്കുന്നത്. ആ അവസ്ഥ ഉണ്ടായിട്ട് പോലും ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ട് അവർ വീണ്ടും അധികാരത്തിൽ. കാരണം ഒരു പ്രധാന കാരണമാണ് ഫ്രീ ആയി കൊടുത്ത കിറ്റ്. അപ്പം നമുക്ക് ഫ്രീ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്, താല്പര്യമുണ്ട്. അപ്പം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഫ്രീ കിട്ടുന്ന ഒരു സബ്സിഡി കിട്ടുന്ന ഒരു ഹൗസിംഗ് ലോൺ സ്കീമുണ്ട്. ആ സ്കീമിനെ പറ്റിയാണ് ഞാൻ ഇന്ന് എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ്. ആ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ പേരിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ്. അതിൻ്റെ പേര് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ളതാണ് ആ പദ്ധതിയുടെ പേര്. ആ പദ്ധതിയെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആരെങ്കിലും ഇതിനകത്തുള്ളവർ എടുത്തിട്ടുണ്ടോ? ഇല്ല. ബാങ്കുകാരെ ബാങ്കിൽ ചോദിക്കുമ്പോ അതൊന്നും ഇല്ലെന്നാണല്ലോ പറയണേ. ഇത് വന്നിട്ടില്ല ഇൻഫർമേഷൻ. അതിന് ചില കണ്ടീഷൻ ഉണ്ട്. അവിടെ ഇല്ലെന്ന് വെച്ചാൽ ഒരു പറയുന്നതിനകത്ത് വസ്തുതയുണ്ട് മാഡം. ഞാൻ അത് പറയാം. ഓക്കെ, ഈ പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അതിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നും. ഈ പദ്ധതിയുടെ ലക്ഷ്യം എല്ലാവർക്കും വീടുണ്ടാകണം എന്നുള്ളതാണ്. പക്ഷെ പെട്ടെന്ന് എല്ലാവർക്കും വീടെത്തിക്കുക എന്നുള്ളത് പ്രായോഗിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ പദ്ധതി ആദ്യമായി ഏർപ്പെടുത്തിയത് അർബൺ ഏരിയയിൽ താമസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. അർബൺ ഏരിയയിൽ ഉള്ളവർക്ക് വേണ്ടി. അന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇത് അതിന് ശേഷം ഇത് എല്ലായിടത്തേക്കും ബാധകമാക്കും എന്ന് പറഞ്ഞു. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അർബൺ ഏരിയ എന്ന് പറഞ്ഞുള്ള ഇവിടെ എടുത്തിരിക്കുന്ന ക്രൈറ്റീരിയ മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ. അതായത് നമ്മൾ നിർമ്മിക്കുന്ന ഭവനം മുനിസിപ്പൽ ഏരിയയിലോ കോർപ്പറേഷനിലോ ആയിരിക്കും. എന്നാൽ മാത്രമേ ഇതിന് ഇപ്പോൾ ഇവിടെ അർഹതയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് പോകുന്ന നമ്മുടെ PPT ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് PPTയോട് കൂടെ തന്നെ മുന്നോട്ട് പോകാം. സാറേ ഒരു സെക്കൻഡ്. ചെയ്തോട്ടെ സാറേ. 8 മണിക്ക് എനിക്കൊരു ക്ലാസ് ഉണ്ട്, പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകും. സാറിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകും.
അപ്പൊ എന്നെ ഹോസ്റ്റ് ആക്കുമോ അപ്പം? ഓക്കെ ആക്കും. ഓക്കെ ഓക്കെ. ശരി ശരി ശരി. സാറേ കാണാൻ മേലേ? സാറേ കാണാം. ഓക്കെ. അപ്പോൾ ഓക്കെ, നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസിംഗ് ലോണിന്റെ പേര് PMAY ഫോർ പ്രധാനമന്ത്രി ആവാസ് യോജന. ഇത് ഇപ്പോൾ നടപ്പാക്കുന്നത് അർബൺ ഏരിയയിലാണ്. അതായത് കേരളത്തിൽ അർബൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്തിട്ടുള്ള ക്രൈറ്റീരിയ മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ. അതായത് ഈ വീട് പണിയുന്നത് ഒന്നുമില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷൻ ആയിരിക്കും. ആൾ താമസിക്കുന്ന എവിടെയായാലും പ്രശ്നമില്ല, വീട് പണിയുന്നത് ഈ ഏരിയയിലായിരിക്കും. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഇപ്പോൾ ഇതിന് അർഹത. ഓക്കെ, നമ്മൾ ഈ ഹൗസിംഗ് ലോൺ ആയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഹൗസിംഗ് ലോണിനെ സംബന്ധിച്ചിടത്തോളം ചില ഫാക്ടേഴ്സ് കോമൺ ആണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ചില കാര്യങ്ങൾ ഇതിനകത്ത് ഒരു ആവർത്തനം പോലെ വരും. അത് നിങ്ങൾ ബോറായിട്ട് എടുക്കേണ്ട, ഒരു റിഫ്രഷ്മെന്റ് ആയിട്ട് അങ്ങ് എടുത്താൽ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ അത് ഒഴിവാക്കി വിടണമെങ്കിൽ ഞാൻ അത് ഒഴിവാക്കി വിടാം. പക്ഷെ അത് പറഞ്ഞു പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞോളൂ സാർ. ഓക്കെ, പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കൂടുതൽ ഇതിലേക്ക് നമുക്ക് പോകാം. ഇതൊരു CLSS എന്ന് പറയും, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം. അതായത് ഇത് ക്രെഡിറ്റ് എടുത്താൽ, വായ്പ എടുത്താൽ മാത്രമേ ഇതിന് സബ്സിഡിക്ക് അർഹതയുള്ളൂ. ഈ സബ്സിഡി നേരിട്ട് കിട്ടുന്ന സബ്സിഡി അല്ല, നമ്മൾ എടുക്കുന്ന ലോണിന്റെ പലിശയ്ക്ക് തരുന്ന സബ്സിഡിയാണ്, പലിശ സബ്സിഡിയാണ്. അങ്ങനെയുള്ള ഒരു സബ്സിഡിയാണ് ഇത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനൗൺസ് ചെയ്ത ഒരു പദ്ധതിയാണ്. അദ്ദേഹം ഈ പദ്ധതി അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. 2022 ആവുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും വീടുണ്ടാകണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അത് സാധ്യമാകുമോ? സാധ്യമല്ല. ഒരിക്കലും സാധ്യമാകാൻ പോകുന്നില്ല. അത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പറയുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കാരണം പുള്ളി പറയുന്ന കാര്യം പലപ്പോഴും പുള്ളി പിന്നെ അത് ഓർക്കാറില്ല. അതുകൊണ്ട് വളരെ എളുപ്പമുണ്ട്. അത് ഇന്ത്യയിലുള്ളവർ തന്നെയല്ല, വിദേശത്തുള്ളവരും പറയുന്നുണ്ട്. പുള്ളി പലതും പറയുന്നൊന്നും പ്രവർത്തിക്കുന്ന ആളല്ലേ എന്ന് ഈ ഒരു രാജ്യത്തിന്റെ രാജ്ഞി തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ച് രാഷ്ട്രത്തലവന്മാരെ പറ്റി പറഞ്ഞതിൽ നമ്മുടെ ആളും ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഇത് 2022 ഒന്നും പ്രായോഗികമാകുകയല്ല. അതിന് മുമ്പേ തന്നെ ഇത് എല്ലാ രാജ്യത്തേക്കും ബാധകമാക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ അത് ബാധകമാക്കിയിട്ടില്ല. ഇപ്പോഴും അർബൺ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അർബൺ ഏരിയക്കാർക്ക് ഇപ്പോൾ അത് കിട്ടുന്നുണ്ട്, അവരത് വാങ്ങിക്കുന്നു. ഓക്കെ, അർഹതപ്പെട്ടവര് അത് വാങ്ങിക്കുന്നു. കാരണം ഞാൻ ഒരു ഹൗസിംഗ് ലോൺ പ്രോസസ്സിംഗ് സെല്ലിൽ ജോലി ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായി അറിയാം, ധാരാളം ഇങ്ങനെയുള്ള ഹൗസിംഗ് ലോൺ ഞാൻ സാങ്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആലപ്പുഴ മുനിസിപ്പാലിറ്റി, കോട്ടയം മുനിസിപ്പാലിറ്റി, ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി, വൈക്കം മുനിസിപ്പാലിറ്റി, പാലാ മുനിസിപ്പാലിറ്റി, ഇത്രയും ഏരിയകളിൽ ഹൗസിംഗ് ലോൺ സാങ്ഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിന് മുമ്പ് പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് സബ്സിഡിയാണ്. ഈ സബ്സിഡിക്ക് നമുക്ക് വീട് വാങ്ങിക്കുന്ന വീടാകാം, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വീടാകാം, നമ്മൾ വീട് വലുതാക്കുന്ന എക്സ്റ്റൻഷൻ എടുത്ത വീടാകാം, നമ്മൾ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന ഒരു വീടാകാം. ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള വീടായാലും ആ വീടിനാണ് ഇത് കിട്ടുന്നത്. പക്ഷെ വീടുണ്ടാക്കി പൂർത്തിയാക്കി കഴിഞ്ഞ ഒരു വീടാണെങ്കിൽ അതിന് കിട്ടില്ല. ഈ വീട് പുതുതായി പണിതായിരിക്കണം, അല്ലെ എക്സ്റ്റെൻഡ് ചെയ്തതായിരിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ട മോഡിഫിക്കേഷൻ ചെയ്യുന്ന വീടായിരിക്കും. അതിനു വേണ്ടി എടുക്കുന്ന വായ്പയ്ക്കാണ് ഇത് കിട്ടുന്നത്. അങ്ങനെയുള്ളൊരു വായ്പയാണ് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ എലിജിബിലിറ്റി നമുക്ക് നോക്കാം. ഇത് വെറും താഴ്ന്ന വരുമാനക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതൊന്നും അല്ല. ഇത്
ചെറിയ വരുമാനം മുതൽ വാർഷിക വരുമാനം 18 ലക്ഷം വരെ ഉള്ള ആൾക്കാർക്ക് ഇതിന് അർഹതയുണ്ട്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഉള്ളവർ നോക്കിക്കഴിഞ്ഞാൽ 18 ലക്ഷം വാർഷിക വരുമാനം ഉള്ളവർ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയം. ഉണ്ടോ നമ്മുടെ ഈ ഗ്രൂപ്പിൽ? ആരെങ്കിലും കാണാൻ വഴി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ 18 ലക്ഷം വരെ ഉള്ളവർക്ക് ഇതിനുള്ള അർഹത. 18 ലക്ഷം എന്ന് പറയുന്നത് ഫാമിലിയുടെ ആണോ ഇൻഡിവിജ്വലിന്റെ ആണോ? ഇറ്റ് ഈസ് ഫാമിലി ഇൻകം. ഈ സ്കീമിനെല്ലാം ഫാമിലിയാണ്. ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഫാമിലി ഇൻകം, ടോട്ടൽ ഫാമിലി ഇൻകം. ഈ ഫാമിലി ഇൻകത്തിൽ അഡൾട്ടായ വേറൊരാൾക്ക് അവർക്ക് വേണേ വേറൊരു വീട് വെച്ചുകൊണ്ട് വേറെ ഫാമിലി ആയിട്ട് പോകാം, അതിന് പ്രശ്നമില്ല. പക്ഷെ അവിടെ താമസിച്ചിടത്തോളം കാലം അയാളുടെ ഇൻകം ഇതിനകത്ത്, അയാൾ അതിനകത്ത് താമസിക്കണമെങ്കിൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ ടോട്ടൽ ഫാമിലി ഇൻകമാണ് ഇതിനകത്ത്. കാരണം സാർ എന്താ പറയുക, ഇത് അർബൻ ബേസ്ഡ് അല്ലേ, അതുകൊണ്ടായിരിക്കും ഇത്ര ഹൈക്ക് വെച്ചത്. അതുവരെയുള്ളവരെ കവർ ചെയ്യാനേ. കവർ ചെയ്യാനായി ഇത് 4 കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ അതിലേക്ക് പോകും. ഇതിനകത്ത് മറ്റൊരു കണ്ടീഷൻ, ഈ ഫാമിലിയിൽ ആരുടെയെങ്കിലും പേരിൽ, ഈ ഫാമിലിയിൽ അകത്തുള്ള ആളുടെ പേരിൽ ഒരു വീടുണ്ടാകാൻ പാടില്ല. അതൊരു നിർബന്ധമാണ്. ഒരു വീടുള്ളവർക്ക് ഇത് രണ്ടാമതൊരു വീടിനായിട്ട് പണിയാണെങ്കിൽ അതിന് കിട്ടില്ല. ഒരു വീടും ഇല്ലാത്ത ഒരാള് പുതുതായിട്ടൊരു വീട് വെക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതാണ്, ഇപ്പൊ ഓൾറെഡി ബിൽറ്റ് ചെയ്തൊരു ഹൗസാണ്, അതിന് വേണ്ടിയിട്ട് ഇതിന് കിട്ടുക. ഇനി അടുത്ത് ഇതിന്റെ പർപ്പസ് നമ്മൾ മുമ്പ് പറഞ്ഞു തന്നെയാണ്. വീട് മേടിക്കാനായിട്ട് കിട്ടും. വീടും എന്ന് പറഞ്ഞാൽ വീടും സ്ഥലവും കൂടെ മേടിക്കാനായിട്ട്. അടുത്തത് നമുക്കൊരു വീട് പണിയാനായിട്ട് ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തൊരു വീട് നമ്മൾ പണിയുകയാണെങ്കിൽ ആ പണിയുന്നതിന് എടുക്കുന്ന ആ വായ്പയ്ക്ക് ഇതിന് അർഹതയുണ്ട്. വീട് വിപുലീകരിക്കുന്നതിന്, എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് ഇതിന് അർഹതയുണ്ട്. വീടിൻ്റെ മറ്റുള്ള ഇമ്പ്രൂവ്മെന്റ്, ഈ വീട് തന്നെയാണ് ഉള്ള വീടിനകത്ത് തന്നെ കുറെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുകയാണ്, എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, ഇമ്പ്രൂവ്മെന്റ് ഇതിനകത്ത് തന്നെ ചെയ്യുന്നതാണ്, അതിനും ഇതിന് അർഹതയുണ്ട്. അടുത്തത്, ഈ വീട് ഈ ഫാമിലിയിലുള്ള ആരുടെയെങ്കിലും പേരിലോ അല്ലെങ്കിൽ ഈ ലോൺ എടുക്കുന്ന ആളിന്റെ പേരിലോ ആയിരിക്കണം ഇതിന്റെ സ്ഥലം. അവര് ക്ലോസ് റിലേറ്റീവ് ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ. ക്ലോസ് റിലേറ്റീവ് ആരാന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ പഠിച്ചതാണ്, എന്നാൽ ഒന്നുകൂടെ പറയാം. നമ്മുടെ സ്പൗസ്, അടുത്തത് ഫാദർ ആകാം, മദർ ആകാം, ബ്രദർ അൺമാരീഡ് സിസ്റ്റർ, സൺ അൺമാരീഡ് ഡോട്ടർ. ഇതിൽ അവർ ഈ ഫാമിലി ആയിട്ട് വീടിനകത്തുള്ള ആളായിരിക്കണം. ഇത്രയും പേരുടെ പേരിൽ ഉള്ള സ്ഥലമായാലും അതിനെ എടുക്കാം, അല്ലെങ്കിൽ ഇയാളുടെ പേരിലും അവരുടെ പേരിലൂടെ വസ്തു ജോയിന്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനും ഇത് ഉപയോഗിക്കാം, ഈ ഹൗസിന് എടുക്കാം. പിന്നെ ഈ ലോൺ കൊടുക്കുന്നതിന് ചില മുൻഗണന വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫണ്ട് കുറവാകുകയും ആവശ്യക്കാർ വളരെ കൂടുതലാകുകയാണെങ്കിൽ ഇതിനൊരു പ്രയോറിറ്റി കൊടുക്കാം. ആ പ്രയോറിറ്റിക്കാര് ആരൊക്കെ ആൾക്കാരാണെന്ന് നോക്കാം. പ്രയോറിറ്റിയിൽ പ്രധാനപ്പെട്ട കാര്യം, ഇത് എടുക്കാനായിട്ടുള്ള അർഹതയുള്ളത് നോർമലി 18 വയസ്സ് മുതൽ 59 വയസ്സ് വരെ. നമ്മൾ മറ്റു പറഞ്ഞ ഹൗസിംഗ് ലോൺ 60 വയസ്സ് വരെ ബ്രാഞ്ചിനും 70 വയസ്സ് വരെ ഹയർ അതോറിറ്റിയും കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഈ സ്കീമിൽ 59 വയസ്സ് വരെയേ കൊടുക്കാൻ പറ്റും. 18 വയസ്സ് മുതൽ 59 വരെയാണ് ഇതിന്റെ അർഹത. പക്ഷേ ഒരു സ്പെഷ്യൽ കേസായിട്ട് ആ വീട്ടിൽ പ്രായപൂർത്തിയായ ആരും ഇല്ല എങ്കിൽ 16 വയസ്സുള്ള ആളുണ്ട്, അവരുടെ പേരിലും അവരുടെ കൂടെയുള്ള ഒരാളുടെ പേരിൽ ഇത് എടുക്കാം. 16 വയസ്സ് പേർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു പെർമിഷൻ ഇതിന് ഉണ്ട്. അത് ഈ സ്കീമിന് വേണ്ടി മാത്രമുള്ളതാണ്. മറ്റേ നമ്മുടെ നോർമൽ ഹൗസിംഗ് ലോൺ 18 വയസ്സ് കഴിഞ്ഞേ അർഹതയുള്ളൂ. ഇത് 16 വയസ്സ് വീട്ടില്ലാത്ത ഒരാളാണെങ്കിൽ 16 വയസ്സുകാരനും ഇത് എടുക്കാം. 59 വയസ്സ് വരെ ഉള്ളവർക്കും ഇത് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അംഗവൈകല്യമുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇതിന് പ്രയോറിറ്റിയാണ്. അംഗവൈകല്യമുള്ള ആരെങ്കിലും ഉള്ളൊരു വീടാണെങ്കിൽ അതിന് പ്രയോറിറ്റിയിൽ കൊടുക്കേണ്ടത്. ഫണ്ട് സഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ പ്രയോറിറ്റി പോകേണ്ട കാര്യമില്ല, എല്ലാവർക്കും കൊടുക്കാം. ഫണ്ട് കുറവാണെങ്കിലാണ് ഇതിന്റെ ഈ പ്രയോറിറ്റിയുടെ ലിസ്റ്റ്. ഷെഡ്യൂൾഡ് ട്രൈബിന് ഇതിന് പ്രയോറിറ്റി.
പിന്നെ വീടില്ലാത്ത, സ്ഥലമില്ലാത്ത, കായികമായി അധ്വാനിച്ച് അതിൽ നിന്നും വരുമാനം നേടുന്ന ആൾക്കാർ, കൂലിപ്പണി ചെയ്ത് വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ, അവർക്ക് ഇതിന് പ്രയോറിറ്റി. ഇത്രയും ആൾക്കാർക്കാണ് ഇത് ഷോർട്ടേജ് ഓഫ് ഫണ്ടുള്ള സന്ദർഭങ്ങളിൽ കൂടുതൽ കൊടുക്കാനായിട്ട് പ്രയോറിറ്റി ഉള്ളത്. ഇനി അടുത്ത ഈ ബെനഫിറ്റ്സ്, ഇത് പറഞ്ഞിട്ടുള്ള കേസാണ്. ഹൗസിംഗ് ലോണിനെ സംബന്ധിച്ചിടത്തോളം ബെനഫിറ്റ്സ് നമുക്കറിയാം. ഇപ്പോൾ ഉള്ള വായ്പകളിൽ ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞത് ഹൗസിംഗ് ലോണാണ്. അതുപോലെ തന്നെ ഏറ്റവും ദീർഘമായിട്ട് റീപേയ്മെന്റ് ഉള്ള ഒരു വായ്പയാണിത്. ഈ വായ്പയ്ക്കും 30 കൊല്ലം വരെ കാലാവധി എടുക്കാൻ പറ്റും. പക്ഷെ സബ്സിഡി 30 വരെ കിട്ടില്ല. അത് ഞാൻ സബ്സിഡിയെ പറ്റി പറയുമ്പോൾ പറയുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മുടെ വിലക്കയറ്റത്തെയൊക്കെ കൺട്രോൾ ചെയ്യാൻ തക്കവണ്ണം നമ്മളെ സംബന്ധിച്ച് എളുപ്പമാണ്. പെട്ടെന്ന് വീട് തീർത്തു കഴിഞ്ഞാൽ കുറെ കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഫണ്ടുണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ പണിയാൻ ചെന്നാൽ നമ്മുടെ നേരത്തെ ഉള്ള തുക വളരെ കൂടുതലായിരിക്കും. അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്കിത് ഈ ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് വീട് എത്രയും വേഗം തീർക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇൻകം ടാക്സിനകത്ത് ഇൻട്രസ്റ്റിന് ഡയറക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ റീപേ ചെയ്യുന്നതിന് 80C നമുക്ക് ഇൻകം ടാക്സ് ബെനിഫിറ്റും എടുക്കാനായിട്ട് പറ്റും. ഇത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ബെനിഫിറ്റ്. ഈ മറ്റു വായ്പകളിൽ നിന്ന് ഇതിനും ക്രെഡിറ്റ് റേറ്റിംഗ് ബാധകമാണ്. സിബില്, ക്രിപ്പ്, ഇക്വിഫാക്സ്, എക്സ്പീരിയൻ, ഈ 4 കമ്പനികളുടെ ഏതിൻ്റെങ്കിലും റേറ്റിംഗ് എടുത്താൽ. ഇൻകം പ്രൂഫിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് വ്യത്യാസമുണ്ട്. മറ്റുള്ളതിനൊക്കെ ആണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITR അതൊക്കെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. സെൽഫ് ഡിക്ലറേഷൻ കൊടുത്താൽ മാത്രം. ഇത് വേറൊരു ഹൗസിംഗ് ലോണും പെർമിസബിൾ അല്ല. നമുക്ക് ഇത്രയധികം വരുമാനം ഉണ്ടെന്നുള്ള ഒരു സെൽഫ് ഡിക്ലറേഷൻ കൊടുത്താൽ അത് വെച്ച് ഇവർക്ക് എടുക്കാം. പക്ഷേ ബാങ്കുകാർ ഇവർ വെറുതെ പോയി ഒരു സെൽഫ് ഡിക്ലറേഷൻ കൊടുത്താൽ ബാങ്കുകാർ അത് സ്വീകരിച്ചോളണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ തൊഴിൽ എന്താണ്, ഇവൻ ഇത്രയും വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമുണ്ടോ എന്നെല്ലാം അന്വേഷിച്ച് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവന്റെ സെൽഫ് ഡിക്ലറേഷൻ അവർ സ്വീകരിക്കൂ. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് മറ്റു വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും അവർ ചിലപ്പോൾ സ്വീകരിക്കാം. പക്ഷേ ഈ വായ്പയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഇൻകം പ്രൂഫ് കൊടുക്കണമെന്നുള്ള കണ്ടീഷൻ ഇല്ല. സെൽഫ് ഡിക്ലറേഷൻ കൊടുത്താൽ ഇത് എടുക്കാൻ അർഹതയുണ്ട്. ഓക്കെ. അതുകൊണ്ട് ചിലര് റവന്യൂ അതോറിറ്റി എന്നൊരു സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ ചില ബാങ്കുകൾ പറയാറുണ്ട്. അത് എന്തെങ്കിലും ഒരു പ്രൂഫായിട്ട് വെച്ച് അവർ സെൽഫ് ഡിക്ലറേഷന് ഒരു പ്രൂഫായിട്ട് ചിലർ അത് മേടിച്ചു വെക്കുന്നു, ഒരു കാണാറുണ്ട്. ഓക്കെ. അപ്പം ഇതാണ് ഇതിൻ്റെ ഇൻകം പ്രൂഫ് ആയിട്ട് സ്വീകരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ കൊടുത്താൽ. ഇനി അടുത്തത് ഇതിൻ്റെ 4 കാറ്റഗറി ആയിട്ടാണ് ഇതിനെ വരുന്നത്. 4 കാറ്റഗറിയിൽ ഒന്നിനെ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അടുത്ത ലോവർ ഇൻകം ഗ്രൂപ്പ്, താഴ്ന്ന വരുമാനക്കാർ, മിഡിൽ ഇൻകം ഗ്രൂപ്പ് 1, മിഡിൽ ഇൻകം ഗ്രൂപ്പ് 2 എന്ന് 4 കാറ്റഗറിയായി തിരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് സബ്സിഡി കൊടുക്കുന്നത്. പിന്നോക്കക്കാരുണ്ട്, താഴ്ന്ന വരുമാനക്കാരുണ്ട്, ഇടത്തരം വരുമാനക്കാരുണ്ട്. ഇടത്തരം വരുമാനക്കാരെ 2 തരമായിട്ട് തിരിച്ചു. അതായത് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ലോവർ ഇൻകം ഗ്രൂപ്പ്, മിഡിൽ ഇൻകം ഗ്രൂപ്പ് 1, മിഡിൽ ഇൻകം ഗ്രൂപ്പ് 2. ഇവരുടെ എല്ലാം തമ്മിലുള്ള വീടിൻ്റെ വരുമാനത്തിൻ്റെ പരിധിക്ക് വ്യത്യാസമുണ്ട്. അവർ പണിയാവുന്ന വീടിൻ്റെ സൈസിന് വ്യത്യാസമുണ്ട്. നമുക്ക് അതിൻ്റെ ഓരോന്നും നമുക്ക് അതിൻ്റെ കാറ്റഗറി തിരിച്ച് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ അകത്തെ വരുമാന പരിധി നമുക്ക് നോക്കാം. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഷിക വരുമാനം 3 ലക്ഷം വരെയുള്ളവരെയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന കാറ്റഗറിക്കകത്ത് പെടുത്തുന്നവരെ. അടുത്തത് നമ്മുടെ താഴ്ന്ന വരുമാനക്കാർ, ലോവർ ഇൻകം. അവരെന്ന് പറഞ്ഞാൽ 3 ലക്ഷം മുതൽ 6 ലക്ഷം വരെയുള്ള വാർഷിക വരുമാനമുള്ളവരാണ്. അതായത് വീക്കർ സെക്ഷന്റെ മുകളിലുള്ളവർ. 3-ന് മുകളിൽ 6-ന് താഴെ ഉള്ളവരാണ് ലോവർ ഇൻകം ഗ്രൂപ്പ്.
അടുത്ത കാറ്റഗറി മിഡിൽ ഇൻകം ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞാൽ 6 ലക്ഷം മുതൽ 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരാണ്. വാർഷിക വരുമാനം മുമ്പ് പറഞ്ഞ പോലെ കുടുംബ വാർഷിക വരുമാനം. അടുത്തത് മിഡിൽ ഇൻകം ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ മിഡിൽ ഇൻകം ഗ്രൂപ്പ് 1ന്റെ മുകളിൽ 12 ലക്ഷം മുതൽ 18 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരാണ് ഈ മിഡിൽ ഇൻകം ഗ്രൂപ്പ് 2 എന്ന് പറയുന്ന കാറ്റഗറി. ഇങ്ങനെ ഈ ഇൻകം വെച്ചുകൊണ്ടാണ് ഇവരെ 4 കാറ്റഗറിയായിട്ട് തിരിക്കുന്നത്. ഈ 4 കാറ്റഗറിക്കാർക്കും പണിയാവുന്ന വീടിന്റെ സൈസിന് വ്യത്യാസം. ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സബ്സിഡിക്ക് അർഹത വേണമെങ്കിൽ, ഇന്റർ സബ്സിഡിക്ക് അർഹത വേണമെങ്കിൽ 30 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടേ അവർക്ക് പണിയാം. 30 സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതാണ്ട് 320 ചില്ലുവാനം സ്ക്വയർ ഫീറ്റ് വരും. അങ്ങനെയുള്ള ഒരു വീട് പണിയാനുള്ളതിനെ ഇവർക്ക് വായ്പ കൊടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ സബ്സിഡിക്ക് അർഹത. അടുത്തതാണ് ലോവർ ഇൻകം ഗ്രൂപ്പ്. ലോവർ ഇൻകം ഗ്രൂപ്പിന് പണിയാവുന്ന വീട് 60 സ്ക്വയർ മീറ്റർ ആണ്. 60 സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 645 സ്ക്വയർ ഫീറ്റ്. ഈ 645 സ്ക്വയർ ഫീറ്റിനകത്തുള്ളൊരു വീട് അവർക്ക് പണിതുകൊണ്ട് സബ്സിഡി നേടാവുന്നതാണ്. അടുത്തതാണ് മിഡിൽ ഇൻകം ഗ്രൂപ്പ് 1. അവർക്ക് 160 സ്ക്വയർ മീറ്റർ വരെയുള്ള വീട്, 160 സ്ക്വയർ. മിഡിൽ ഇൻകം ഗ്രൂപ്പ് 2വിനെ സംബന്ധിച്ചിടത്തോളം 200 സ്ക്വയർ മീറ്റർ വരെയുള്ള വീട് എന്ന് പറഞ്ഞാൽ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് പണി, 2100 ചില്ലുവാനുള്ള വീട് പണിയാനായിട്ടുള്ളതിന് സബ്സിഡിക്ക് അർഹത. മിഡിൽ ഇൻകം ഗ്രൂപ്പ് 2. ഇതാണ് അതിന്റെ ഏരിയ വെച്ചുള്ള കാറ്റഗറൈസേഷൻ. അടുത്തത് ഇതിന് കിട്ടാവുന്ന സബ്സിഡി തുക. നമ്മൾ എടുക്കുന്ന വായ്പയ്ക്ക് മുഴുവൻ സബ്സിഡി തുക കിട്ടില്ല. സബ്സിഡി തുകയ്ക്കൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ തുകയാണ് നമ്മുടെ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻകാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന വായ്പയ്ക്ക് 6 ലക്ഷം വരെയുള്ള തുകയ്ക്ക് ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടും. ലോവർ ഇൻകം ഗ്രൂപ്പുകാരാണെങ്കിൽ അവർക്കും 6 ലക്ഷത്തിന് വരെയുള്ളൂ സബ്സിഡി കിട്ടും. മിഡിൽ ഇൻകം ഗ്രൂപ്പ് 1നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 9 ലക്ഷത്തിന് സബ്സിഡിക്ക് അർഹത. മിഡിൽ ഇൻകം ഗ്രൂപ്പ് 2വിനെ സംബന്ധിച്ചിടത്തോളം 12 ലക്ഷത്തിന് സബ്സിഡിക്ക് അർഹതയുണ്ട്. പക്ഷെ ഈ സബ്സിഡിയുടെ ശതമാനത്തിന്, ഇൻട്രസ്റ്റിൽ വരുന്ന ശതമാനത്തിന് പക്ഷെ ഈ കാറ്റഗറൈസ് തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്നാ വ്യത്യാസം? നമുക്ക് ഇതിന്റെ പെർസെൻറ്റേജ്, ഇൻട്രസ്റ്റ് സബ്സിഡി പെർസെൻറ്റേജ് വരുന്നത് 6.5%. ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻകാർക്ക് 6.5% ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടും. അതായത് ഇപ്പോൾ ഹൗസിംഗ് ലോണിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 6.5%ഒക്കെയാണ് പലിശ വരുന്നത്. ഒരു ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻകാരൻ ഒരു വീടിന് 6 ലക്ഷത്തിന്റെ ഒരു വീടെടുത്താൽ അതിന് 6.5% അതിന്റെ പലിശയെങ്കിൽ അതിന് 6.5% ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടും. അവനെ സംബന്ധിച്ചിടത്തോളം ഹൗസിംഗ് ലോണിന് പലിശ ഇല്ല. അതാണ് ഈ ലോണിന്റെ ഒരു പ്രത്യേകത. നേരെ മറിച്ച് 8 ലക്ഷം എടുക്കുന്ന ഒരാളാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് കുറച്ച് കൊടുക്കേണ്ടി വരും. ഇത് 6 ലക്ഷം വരേക്ക് 6.5%. ലോവർ ഇൻകം ഗ്രൂപ്പിനും 6 ലക്ഷത്തിന് 6.5%. അടുത്ത മിഡിൽ ഇൻകം ഗ്രൂപ്പുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 9 ലക്ഷം കിട്ടും. പക്ഷെ അതിന് വരുന്ന ഇൻട്രസ്റ്റ് സബ്സിഡിയുടെ പെർസെൻറ്റേജ് 4%. മിഡിൽ ഇൻകം ഗ്രൂപ്പ് 2വിനെ സംബന്ധിച്ചിടത്തോളം അതിന് കിട്ടുന്നത് 3%. എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷനും ലോവർ ഇൻകം ഗ്രൂപ്പുകാർക്കും ഒരു കൊല്ലം 36,000 രൂപയുടെ ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടും. മറ്റ് 2 കാറ്റഗറിക്കാർക്ക് 39,000 രൂപയുടെ സബ്സിഡി, മറ്റവർക്ക് 36,000 രൂപയുടെ സബ്സിഡി അർഹതയാണ്. ഇനി ഇവർക്ക് കൊടുക്കാവുന്ന മാക്സിമം ലോൺ 4 times ആണ്. മറ്റ് ഹൗസിംഗ് ലോൺ എന്ന് പറഞ്ഞാൽ 6 times ആണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇൻകത്തിന്റെ 4 times ആണ്. അപ്പം വീക്കർ സെക്ഷനെ സംബന്ധിച്ചിടത്തോളം 3 × 4 12 ലക്ഷം വരെയുള്ള ലോൺ കൊടുക്കും. 12 ലക്ഷം എടുത്തോണമെന്നില്ല. ഇവന്റെ ഇൻകം 3 ഇല്ല, 2.5 ഉള്ളെങ്കിൽ എത്ര വരും? 14, 20 അതിനുള്ള ഇത് നമുക്ക് കിട്ടും.
ഇതിന്റെ എത്രയാണോ 4 ടൈംസ് കിട്ടും. 2 ലക്ഷമാണ് 24 8 വരെ കിട്ടും. മറ്റേതാണ് 10 വരെ കിട്ടും, ഇല്ലെങ്കിൽ 12 കിട്ടും. 3 ലക്ഷം ഉണ്ട് 12 ലക്ഷം. ലോവർ ഇൻകം ഗ്രൂപ്പുകാരെ സംബന്ധിച്ചിടത്തോളം അവന് 3 മുതൽ 6 ലക്ഷം വരെ ഉള്ളതാണ്. അപ്പൊ 6 4 24 ലക്ഷം വരേക്കുള്ള വായ്പ ഈ കാറ്റഗറിക്കാർക്ക് എടുക്കാം. അവന്റെ വരുമാനത്തിന്റെ 4 ഇരട്ടി. മിഡിൽ ഇൻകം ഗ്രൂപ്പ് 1നെ സംബന്ധിച്ചിടത്തോളം 12 ലക്ഷം വരെയുള്ള വരുമാനക്കാരെ ഈ കാറ്റഗറി വരുന്നതാണ്. അവർക്ക് 12 48 ലക്ഷം വരെയുള്ള വായ്പയ്ക്ക് അർഹത. മിഡിൽ ഇൻകം ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു 18 ലക്ഷം വരെ വരുമാനമുള്ളവരാണ്. 18 × 4 72 ലക്ഷം വരെയുള്ള വായ്പയ്ക്ക് അർഹത. ഈ 72 ലക്ഷം എടുത്താലും അവരുടെ സബ്സിഡിയുടെ അർഹത 12 ലക്ഷം. മിഡിൽ ഇൻകം ഗ്രൂപ്പ് 1നെ സംബന്ധിച്ചിടത്തോളം 48 ലക്ഷം എടുത്താലും സബ്സിഡി 9 ലക്ഷത്തിനേ കിട്ടും. ലോവർ ഇൻകം ഗ്രൂപ്പുകാരന് 6 ലക്ഷത്തിനേ കിട്ടുള്ളൂ, മറ്റവർക്കും 6 ലക്ഷത്തിന്. അപ്പൊ ഇതാണ് ഇതിന്റെ സബ്സിഡി കിട്ടുന്നതിൻ്റെയും വീടിന് വെക്കാവുന്ന സൈസിൻ്റെയും എടുക്കാവുന്ന മാക്സിമം തുകയുടെയും ഒരു കണക്ക്. അപ്പൊ ഇത് നമ്മൾ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്താൽ ഇക്കണോമിക്കലി വീക്കർ സെക്ഷനുകാരെ സംബന്ധിച്ചിടത്തോളം അവൻ 3 ലക്ഷം വരെയുള്ള ഇൻകം ഉള്ള ആളാകാം. അവൻ 30 സ്ക്വയർ മീറ്റർ വീട് എടുക്കാം. 6 ലക്ഷം വരെയുള്ള സബ്സിഡി കിട്ടും. അതിൻ്റെ 6.5% ഉള്ളത്തിനാണ് അർഹത. 12 ലക്ഷം വരെ ലോൺ എടുക്കാം. ലോവർ ഇൻകം ഗ്രൂപ്പുകാരന് 6 ലക്ഷം വരെയുള്ളതാകാം. അവൻ 24 ലക്ഷം വരെ വീടെടുക്കാം. 60 സ്ക്വയർ മീറ്റർ ആണ് പണിയാവുന്ന വീട്. അതിന് 6 ലക്ഷത്തിൻ്റെ ഇൻകം സബ്സിഡി കിട്ടും. 6.5%. അതുപോലെയാണ് മിഡിൽ ഇൻകം ഗ്രൂപ്പും മിഡിൽ ഇൻകം ഇത് വെച്ചാണ് അവരുടെ കാറ്റഗറി. ഓക്കെ, ഇനി നമുക്ക് ഇത് കിട്ടാനായിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഈ ബാധ്യതയില്ലാത്ത പ്രോപ്പർട്ടി ഉണ്ടാകണം. അവരുടെ പേരിലോ ഫാമിലിയിലുള്ള ആരെങ്കിലും ക്ലോസ് റിലേറ്റീവുടെ പേരിലുള്ള വസ്തു അവരുടെ പേരിലായിരിക്കണം. അതിന് ബാധ്യത ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ പാർട്ടിക്ക് ഇൻകം സർട്ടിഫൈഡ് സെൽഫ് ഡിക്ലറേഷനുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഈ പ്രോപ്പർട്ടി അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ആകരുത്, നിലം ആകരുത്. നിലമാണെങ്കിൽ നമ്മുടെ ഡേറ്റാ ബാങ്കിൽ പെട്ട വസ്തുവാണെങ്കിൽ അത് കിട്ടില്ല. വഴി ഉണ്ടാകണം, നിർബന്ധമാണ്. ഒരു 4 വീലർ എങ്കിലും പോകുന്ന റോഡ് ഉണ്ടാകണം എന്നുള്ള കണ്ടീഷനാണ്. പാർട്ടിക്ക് 59 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ. ആണ് ഇതിന്റെ കിട്ടാനുള്ള കണ്ടീഷൻ. ടൈറ്റിൽ ഡീഡ്സ് ഈ കാര്യങ്ങളെല്ലാം അന്ന് പറഞ്ഞതാണ്. അതായത് ആധാരം വേണം, അതിൻ്റെ മുന്നാധാരം വേണം, കൈവശ സർട്ടിഫിക്കറ്റ് വേണം, കരാടച്ച രസീത് വേണം, എൻകംബ്രഡ് സർട്ടിഫിക്കറ്റ് 13 കൊല്ലത്തേക്കുള്ള എൻകംബ്രഡ് സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ എല്ലാം ഒറിജിനൽ വേണം. മുന്നാധാരം മാത്രം കോപ്പി ആയാലും പ്രശ്നമില്ല. കാരണം ഈ ആൾക്ക് ഉള്ള കൊടുത്ത ആൾക്ക് ആ പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിയുടെ കുറച്ച് ഭാഗം വല്ലതുമാണ് കൊടുത്തതെങ്കിൽ ആ മുന്നാധാരത്തിൻ്റെ ഒറിജിനൽ അദ്ദേഹം കൊടുക്കില്ല. അതിന് പകരം അതിൻ്റെ കോപ്പി എടുത്താൽ മതി. പക്ഷെ ബാങ്ക് മാനേജർ അല്ലെങ്കിൽ ഇത് നോക്കുന്ന അഡ്വക്കേറ്റ് അതിൻ്റെ ഒറിജിനൽ കാണണം എന്നുള്ള കണ്ടീഷൻ. പിന്നെ തണ്ടപ്പേർ രജിസ്റ്റർ വേണം. ഇതിൻ്റെ എല്ലാം ഒറിജിനൽ വേണം. ഇത് വെച്ചാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഇനി ഈ വീട് പണിയാനാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് വേണം. അതൊരു ക്വാളിഫൈഡ് എഞ്ചിനീയറുടെ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലോക്കൽ ബോഡീസ്, ഇത് മുനിസിപ്പൽ ഏരിയ ആണ്, മുനിസിപ്പാലിറ്റിയുടെ ഒരു NOC വേണം. അത് ഇത് രണ്ടും വളരെ നിർബന്ധമായ കണ്ടീഷനാണ് കൺസ്ട്രക്ഷന്. പിന്നെ ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞതാണ്. അത് 30 ലക്ഷം വരെയുള്ളതിന് 10% വേണം. 30 മുതൽ 72 നമ്മുടെ 75 അടിച്ചത് 20% വേണം. ഇത് പഴയ ഇതിൻ്റെ അതിനകത്ത് അടിച്ചതാ 75 ലക്ഷത്തിന് അതിന് വലിയ പ്രസക്തിയില്ല. പിന്നെ വീട് വാങ്ങിക്കുന്ന വീട് 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ 25% ഇതിന് ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ, അതായത് അവൻ്റെ കോൺട്രിബ്യൂഷൻ വേണം. അവന് 75% മാത്രമേ ലോണിന് അർഹതയുള്ളൂ. ഇതിൻ്റെ പ്രോസസ്സിങ് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം ഒരു പാനൽ അഡ്വക്കേറ്റിന് കൊടുക്കും. അഡ്വക്കേറ്റ് ഇതെല്ലാം നോക്കിയിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കും. അതിൻ്റെ പേരാണ്
ലീഗൽ സ്ക്രൂട്ടിനി റിപ്പോർട്ട് LSR. ആ LSR കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ബാങ്ക് മാനേജർ അത് വായിച്ചു നോക്കി, അദ്ദേഹം അല്ലെങ്കിൽ ബ്രാഞ്ചിലെ സാങ്ഷനിങ് അതോറിറ്റി ആരാണോ അദ്ദേഹം അത് വായിച്ചു നോക്കി ഇത് ഞാൻ അപ്രൂവ് ചെയ്തിരിക്കുന്നു എന്ന് അത് എഴുതി അദ്ദേഹത്തിന്റെ ഒപ്പിടേണ്ടത്. അതുപോലെ തന്നെ ഈ ഇൻകം പ്രൂഫ് വേണം. ഇൻകം പ്രൂഫ് ഞാൻ പറഞ്ഞു ഒരു സെൽഫ് ഡിക്ലറേഷൻ ആണ്. പക്ഷേ ഈ സെൽഫ് ഡിക്ലറേഷൻ ആണെങ്കിലും അദ്ദേഹത്തിന് പല പല ബാധ്യതകളുള്ള ഒരാളാണെങ്കിൽ ആ ബാധ്യതയെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹൗസിംഗ് ലോണിന്റെ തിരിച്ചടവും കൂടെ കഴിഞ്ഞാൽ 10,000 രൂപയെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബ ചെലവിന് വേണ്ടിയിട്ട് ഉണ്ടാകണം. ആ 10,000 രൂപയെങ്കിലും നിർബന്ധമായിട്ടും അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടത്തക്കുള്ള ഒരു വരുമാനം അദ്ദേഹത്തിന് ഉണ്ടാകണം. ഈ വരുമാനമുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം അയക്ക് മറ്റു ബാധ്യത ഇല്ലെങ്കിൽ ഇതുണ്ടാവും. നേരെ മറിച്ച് അയക്ക് ഇതോടുകൂടാതെ മറ്റു ബാധ്യതകളെല്ലാം ഉണ്ടെങ്കിൽ ഈ 10,000 രൂപ ഇല്ലാണ്ട് പോയാൽ അദ്ദേഹത്തിന് ഇതിന് അർഹത ഉണ്ടാകില്ല. ഓക്കെ. അതുപോലെ തന്നെ ഈ പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് എല്ലാം നോക്കിയിട്ട് അത് വെച്ചാണ് നമ്മുടെ തുക നിശ്ചയിക്കുക. ലോൺ അമൗണ്ടിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. അതായത് 4 times ആനുവൽ ഇൻകം. നമ്മുടെ വാർഷിക വരുമാനം എത്രയാണോ അതിൻ്റെ 4 times വരെ നമുക്ക് അർഹതയുണ്ട്. ആ അർഹത ഉണ്ടാകണമെങ്കിൽ നമ്മൾ എടുത്ത പ്ലാനിന്റെ എസ്റ്റിമേറ്റ് നിന്നും നമ്മുടെ ഓണേഴ്സ് കോൺട്രിബ്യൂഷൻ കുറച്ച് കഴിഞ്ഞാൽ ആ തുക ഓർ പാർട്ടി ചോദിക്കുന്ന തുക ഇതിൽ ഏതാണോ ലോവസ്റ്റ് ആ തുകയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇപ്പം 3 ലക്ഷം രൂപയുള്ള ആളാണെങ്കിൽ 12 ലക്ഷം രൂപയ്ക്ക് വരെ അർഹതയുണ്ട്. പക്ഷേ അയാൾ എടുക്കുന്ന വീടിന്റെ പ്ലാൻ എസ്റ്റിമേറ്റിൽ 12 ലക്ഷം ഉള്ളെങ്കിൽ അതിൽ നിന്ന് മാർജിൻ കുറച്ച് കഴിയുമ്പോൾ 10% കുറച്ച് കഴിഞ്ഞാൽ അയാൾക്ക് 10 ചില്ലുവാനേ വരുള്ളൂ. ആ തുക അല്ലെങ്കിൽ അയാൾക്ക് ലോൺ 5 ലക്ഷം മതി എന്ന് പറഞ്ഞാൽ ആ 5 ലക്ഷം ഇത് ഏതാണോ അതായിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്ന ലോൺ. അതായത് നമ്മുടെ ഇൻകം വെച്ചുള്ള ആ മാക്സിമം തുക അവർക്ക് എടുക്കാൻ അർഹത ഇല്ല എന്ന് ചുരുക്കം. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ നെറ്റ് ടേക്ക് ഇൻകം 10,000 രൂപ വേണം. 10,000 രൂപ ആ റീപേയ്മെന്റ് തുക കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അത്രയും കിട്ടാനായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ. അടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. ഇത് ആണ് പല ബാങ്കും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ 6.5 മുതലുള്ള റേറ്റുകളുണ്ട്, 8% വരെ. ആ ബാങ്ക് ടു ബാങ്ക് ഇതിന് വ്യത്യാസം ഉണ്ടാവും. അത് ഓരോ ബാങ്കിനും അവരുടെ ഫണ്ട് അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും ഇതിൻ്റെ പലിശ തീരുമാനിക്കുന്നത്. അതിനനുസരിച്ചുള്ള വ്യത്യാസം ഇതിനകത്ത്. അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് അനുസരിച്ച് ഈ ആൾക്കുള്ള പലിശയുടെ ശതമാനത്തിന് വ്യത്യാസമുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്രെഡിറ്റ് റേറ്റിംഗ് കുറവാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം പലിശ കൂടുതലായിരിക്കും. ക്രെഡിറ്റ് റേറ്റിംഗ് വളരെ നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ടെങ്കിൽ പലിശ കുറവായിരിക്കും, 6% കിട്ടും. ക്രെഡിറ്റ് റേറ്റിംഗ് കുറവുള്ള ഒരാൾക്ക് 6% കിട്ടിക്കൊള്ളണമെന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം 6.6 6.7 6.8 ഒക്കെ ആകാം. അത് ക്രെഡിറ്റ് റേറ്റിംഗിന് ഇതിനകത്ത് വളരെ നല്ലൊരു റോള് ഇപ്പോൾ ഉണ്ട്. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഇതിന് വേണ്ട സെക്യൂരിറ്റി നമ്മൾ മുമ്പ് പറഞ്ഞു. ഈ വസ്തുവിൻ്റെ ആധാരവും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത് അത് നമ്മളൊരു മോർഗേജ് ചെയ്യുന്നതിനാണ്, പണയം വെക്കുന്നതിനാണ്. ഇതിവിടെ പണയം വെക്കും. അതുകൂടാതെ തന്നെ ഒരു ഹൗസിംഗ് ലോൺ എഗ്രിമെൻറ്റും, അതായത് ഈ ബോറോവറും ഇതുകൂടാതെ ഇതിന് നിർബന്ധമായിട്ടൊരു ജോയിൻ്റ് ബോറോവർ ഉണ്ടാകണം. സ്പൗസ് ആണെ സ്പൗസ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ ജോയിൻ്റ് ഉണ്ടാവും. ഇവർ രണ്ടുപേരും കൂടെ ഉള്ളൊരു എഗ്രിമെൻ്റ് എടുക്കും. ആ എഗ്രിമെൻ്റ് വെച്ചിട്ടായിരിക്കും ഈ ഹൗസിംഗ് ലോൺ കൊടുക്കുക. പിന്നെ ഇത് കൂടാതെ ആരെങ്കിലും ഈ വസ്തുവിൽ ഇൻവോൾവ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഗ്യാരണ്ടിയും വേണമെന്ന് ബാങ്കുകൾ ആവശ്യപ്പെടും. ചിലരുടെ വസ്തുവിനകത്തുണ്ടാവും മാതാവിനോ പിതാവിനോ ജീവനാംശം കൊടുക്കണം എന്നൊക്കെയുള്ള ചില കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാതാവിനെയോ പിതാവിനെയോ ഗ്യാരണ്ടറെങ്കിലും ആയിട്ട് ഇതിനകത്ത് എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കേസുകളിലാണ്.
നമ്മൾ ഏറ്റവും ഇത് കഴിഞ്ഞ ഇൻട്രസ്റ്റ് സബ്സിഡിയുടെ പെർസെൻറ്റേജ് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇൻട്രസ്റ്റ് സബ്സിഡി ഇതിന് 30 കൊല്ലം റീപേയ്മെന്റ് ഉണ്ടെങ്കിൽ പോലും ഇൻട്രസ്റ്റ് സബ്സിഡിക്ക് അർഹത 20 കൊല്ലം വരേക്ക് കിട്ടും. ബാക്കി അവർക്ക് 30 കൊല്ലം വരെയുള്ള റീപേയ്മെന്റ് എടുക്കാം, അതിന് വിരോധമില്ല. പക്ഷെ സബ്സിഡി കിട്ടുന്നത് 20 കൊല്ലത്തേക്ക് മാത്രമേ കിട്ടൂ. ബാക്കിയുള്ള കാലത്തേക്ക് സബ്സിഡി ഇല്ല, ഫുൾ ഇൻട്രസ്റ്റും കൊടുക്കാൻ ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റീപേയ്മെന്റ് 20 കൊല്ലമായിട്ട് പരിമിതിപ്പെടുത്തണം. 20 കൊല്ലത്തേക്ക് മാത്രമേ സബ്സിഡി റീപേയ്മെന്റ് നമുക്ക് 30 എടുക്കാം, അതിന് പ്രശ്നമില്ല. മറ്റ് ഹൗസിംഗ് ലോൺ റീപേയ്മെന്റ് 75 വയസ്സ് വരെ ഉണ്ടെങ്കിൽ ഈ ഒരു ലോണിനെ സംബന്ധിച്ചിടത്തോളം 70 വയസ്സ് വരെയുള്ളൂ ഇതിന്റെ റീപേയ്മെന്റ്. ആ ഒരു കണ്ടീഷനോടെ ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് ഉണ്ട്. അത് ആ സ്കീമിൽ ഡിവൈസ് ചെയ്തിട്ടുള്ള കണ്ടീഷനാണ്. അത് മാറ്റാൻ ബാങ്കുകൾക്ക് അധികാരം ഇല്ല. ഇതിന്റെ സാങ്ഷനിങ് അതോറിറ്റി ബ്രാഞ്ച് മാനേജർക്ക് പല കേഡറിലുള്ളവർക്ക് പല പല പവറാണ്. ആ പവർ അനുസരിച്ച് അവർക്ക് ഇത് സാങ്ഷൻ ചെയ്യാവുന്നതാണ്. അത് ഓരോ ബാങ്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ചില ബാങ്കിന് ബ്രാഞ്ച് മാനേജർക്ക് 30 വയസ്സ് വരെ ഇത് കൊടുക്കാവുന്നതാണ്. അത് 59 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് കൊടുക്കുന്ന ഇതിൽ 60 അത് മിസ്റ്റേക്കാണ്. അതുപോലെ തന്നെ അടുത്ത ഹയർ അതോറിറ്റിക്ക് പോകണം, അതിന് മുകളിലേക്ക് പോകണമെങ്കിൽ ആ രീതിയിലാണ് അതിൻ്റെ സാങ്ഷൻ. ഇനി ലോണിൻ്റെ തുക ഇവരെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്നത് 4 ഇൻസ്റ്റാൾമെന്റ് എങ്കിലുമായിട്ടാണ്. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 4 ഇൻസ്റ്റാൾമെന്റ് എങ്കിലുമായിട്ടായിരിക്കും ഈ തുക കൊടുക്കുന്നത്. അതിന് 4 സ്റ്റേജ് വെച്ചാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഒന്ന് ചിലപ്പോൾ തറ കെട്ടുന്ന ലെവലായിരിക്കും, പിന്നെ അടുത്ത ലിൻഡൽ ലെവലായിരിക്കും, അടുത്ത വേറെ ലെവലായിരിക്കും. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 4th ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നത് വീട് കംപ്ലീറ്റ് ആവുമ്പോൾ മാത്രമേ കൊടുക്കൂ. ആ വീട് കംപ്ലീറ്റഡ് ആയേ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റോട് കൂടെ മാത്രമേ കൊടുക്കാവൂ. ഇതിനൊരു ക്വാളിഫൈഡ് എഞ്ചിനീയറുടെ ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കേണ്ടതുണ്ട്. ആ സ്റ്റേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് വെച്ചാണ് ഈ തുക അനുവദിക്കുക. അത് ബാങ്കിന്റെ ആൾക്കാർ വന്ന് ചിലപ്പോൾ കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടാവും. അപ്പം അവർ വന്ന് കണ്ട് നോക്കി കൺഫേം ആയ ശേഷം മാത്രമായിരിക്കും തുക അനുവദിക്കുക. ഇതുകൂടാതെ ഇത് പർച്ചേസ് ആണെങ്കിൽ ഇതിൻ്റെ തുക അനുവദിക്കുന്നത് അറ്റ് എ ടൈം ആയിട്ടായിരിക്കും. അതായത് നമ്മളും ആ കരാറുകാരനുമായിട്ടുള്ള എഗ്രിമെന്റിൽ കാണുന്ന തുക എത്രയാണോ അതിൽ നിന്ന് നമ്മുടെ ഓണേഴ്സ് കോൺട്രിബ്യൂഷനുള്ള തുക നമ്മൾ ബാങ്കിൽ കൊണ്ടിടണം. ആ തുകയും നമുക്ക് ലോൺ വാങ്ങുന്ന തുകയും കൂടെ കൂടിയുള്ള തുക ഇത് ആരാണോ ഈ നമുക്ക് വസ്തു തരുന്നത് അവരുടെ പേരിൽ അയച്ചു കൊടുക്കും. ആ തുക അങ്ങനെയാണ് ഈ തുക. അവർക്ക് ഇത് ആ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് ഈ തുക കൊടുക്കണം. അതാണ് ഇതിന്റെ കണ്ടീഷൻ. ഡയറക്റ്റ് പർച്ചേസ് ആയിട്ടാണ് നമ്മൾ അതിൽ വളരെ നിർബന്ധം. ആ രീതിയിലായിരിക്കും എന്ന് മാത്രമല്ല ഇതിന്റെ നമ്മുടെ ആധാരം രജിസ്റ്റർ ചെയ്തിട്ട് ആ ആധാരം ഇത് വാങ്ങിക്കുന്ന ഞാൻ ആ പാർട്ടിക്ക് അധികാരം ഉണ്ടാകില്ല. അത് ആ ആള് ഇത് ബാങ്ക് പോയി മേടിക്കാനുള്ള ഓതറൈസേഷൻ കൊടുക്കണം. അപ്പം ഈ രജിസ്ട്രാർ ഓഫീസിൽ പോയി ഇതിന്റെ ആധാരം വാങ്ങിക്കുന്നത് ബാങ്ക് ആയിരിക്കും. ബാങ്കിന്റെ മാനേജറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ആരെങ്കിലുമോ പോയി ഈ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഈ ആധാരം. അതുകൊണ്ട് ഇവിടെ മോർഗേജ് ആയിട്ട് ഈ ഡോക്യുമെന്റ് കൊടുക്കണം. അതാണ് ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലുള്ള കണ്ടീഷൻ. ഇതിന്റെ തിരിച്ചടവ് നമ്മൾ പറഞ്ഞു 30 കൊല്ലം വരേക്കുള്ള തിരിച്ചടവ് ഇതിനെടുക്കാം. ഇത് ഈ പാർട്ടി എടുത്തിരിക്കുന്ന 30 കൊല്ലം കിട്ടണമെങ്കിൽ പ്രായം കുറവുള്ളപ്പോൾ എടുക്കണം. 59 വയസ്സിലുള്ള എടുക്കുന്ന ഒരാളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം 30 കൊല്ലം കിട്ടില്ല, 70 വയസ്സ് വരെ മാക്സിമം കിട്ടുള്ളൂ. 59കാരൻ എടുത്താൽ അവനെ സംബന്ധിച്ചിടത്തോളം എത്ര കൊല്ലം കിട്ടും? 11. 59 ആകുമ്പോൾ 11 കൊല്ലമല്ലേ കിട്ടുള്ളൂ. 11 കൊല്ലം കിട്ടും. 49 ആണെങ്കിൽ കൂടുതൽ കിട്ടും. അപ്പൊ താഴെ പ്രായം കുറവായപ്പോൾ എടുക്കണം, നമുക്ക് 30 കൊല്ലം കിട്ടും. എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. മാക്സിമം കിട്ടാവുന്ന 70 വയസ്സ്. ഓക്കെ,
നമുക്ക് 70 മൈനസ് ഇത് വെച്ച് ഓർ റിക്വസ്റ്റഡ് പീരീഡ്. എനിക്ക് 15 കൊല്ലം മതി എന്ന് പറഞ്ഞാൽ ആ 15 കൊല്ലമായാലും എടുക്കാം. പക്ഷേ ഹൗസിംഗ് ലോണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അർഹതയുള്ള മാക്സിമം പീരീഡ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ എപ്പോഴും പീരീഡ് കുറച്ച് വെക്കരുത്, മാക്സിമം വെക്കുന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരിച്ചടവ് കുറച്ചു വരാനും നമുക്ക് കൂടുതൽ ദീർഘകാലത്തേക്ക് അതിൻ്റെ തിരിച്ചടവിൻ്റെ ബെനിഫിറ്റ് എടുക്കാനും ഉള്ള ഗുണം കിട്ടുന്നത് നമ്മൾ മാക്സിമം പീരീഡ് എടുക്കുന്നത് ആയിരിക്കും. ഇതുപോലെ തന്നെ ഇതിന് നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2 മാസത്തെ റീപേയ്മെന്റ് ഹോളിഡേ മാത്രമേ കിട്ടുകയുള്ളൂ. നേരെ മറിച്ച് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ 24 മാസത്തേക്ക് റീപേയ്മെന്റ് ഹോളിഡേ കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസ്ട്രക്ഷൻ പൂർത്തിയാകുന്ന വരേക്ക് നമ്മൾ ഈ തുകയ്ക്ക് അടയ്ക്കേണ്ടതില്ല. അത് റീപേയ്മെന്റ് ഹോളിഡേ ആണ്. നമ്മുടെ വീട് കംപ്ലീറ്റ് പൂർത്തിയായ ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ തിരിച്ചടവ് തുടങ്ങേണ്ടത്. ആ ഒരു കണ്ടീഷനുണ്ട്. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ്. ഓക്കെ, മറ്റ് കണ്ടീഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മളൊരു മോർഗേജ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ മോർഗേജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോൺ അനുവദിക്കുന്ന ദിവസത്തിന് ഏത് ദിവസമാണോ ലോൺ എഗ്രിമെന്റ് നമ്മൾ ഒപ്പിടാൻ പോകുന്നത് അതിന് ഒരു ദിവസം മുമ്പെങ്കിലും ഈ ആള് പോയി ബാങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് അവർ കൊടുക്കുന്നതെന്നുള്ള ഒരു പേപ്പറിൽ എഴുതി, അതിന് പ്രത്യേക ഒരു ഫോം ഉണ്ടല്ല ബാങ്കിന്റെ, ആ ഫോമിൽ എഴുതി ഇത് ഡെപ്പോസിറ്റ് ചെയ്യും. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ പാർട്ടിയുടെ പ്രസൻസിലായിരിക്കണം ഇത് ഡെപ്പോസിറ്റ് ചെയ്യുക. അത് ലോൺ എടുത്ത് എഗ്രിമെന്റ് വെക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും ഇത് പോയി ചെയ്തിരിക്കണം. അതാണ് നിയമം. അല്ലെങ്കിൽ ആ മോർഗേജിന് വാലിഡിറ്റി ഉണ്ടാകില്ല. അപ്പോൾ ഒരു ദിവസം മുമ്പെങ്കിലും ഇത് പോയി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പം ബാങ്കിൽ എങ്ങനെയായാലും 2 ദിവസം നമ്മൾ പോകേണ്ടി വരും. 2ാമത്തെ ദിവസം പോയാണ് ഇതിൻ്റെ എഗ്രിമെന്റ് ഒപ്പിട്ടുകൊണ്ട് അന്ന് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് മേടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ കണ്ടീഷൻ. പിന്നെ ഇതിൻ്റെ പ്രോസസ്സിംഗ് ചാർജ്, ഇതിന് പ്രോസസ്സിംഗ് ചാർജ് ഇല്ല, 0 ആണ് കേട്ടോ. പ്രധാനമന്ത്രി ആവാസ് യോജനയെ സംബന്ധിച്ചിടത്തോളം പ്രോസസ്സിംഗ് ചാർജ് എക്സംപ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ വീട് നിർബന്ധം. പിന്നെ ബോറോവറുടെ ലൈഫ് ഇൻഷുർ ചെയ്യണമെന്ന് ചില ബാങ്കുകൾ കണ്ടീഷൻ വെക്കാറുണ്ട്. എല്ലാ ബാങ്കുകളും അത് നിർബന്ധം പറയാറില്ല. ചില ബാങ്കുകൾ അത് നിർബന്ധമായിട്ട് കണ്ടീഷൻ എടുക്കും. ആളിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ വസ്തു മാത്രമല്ല ഈ ഇൻഷുറൻസ് തുക കൊണ്ട് തന്നെയും ഇവർക്ക് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ആളിൻ്റെ ഇൻഷുറൻസും പല ബാങ്കുകളും എടുക്കാറുണ്ട്. ഇതാണ് ഈ ലോണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ആ റീപേയ്മെന്റ് തുക കൃത്യമായിട്ട് അതിനുശേഷം ആ റീപേയ്മെന്റ് തിരിച്ചടവ് എന്നാണോ അടയ്ക്കേണ്ടതെന്ന് പറയണേ ആ ദിവസം മുതൽ ഇത് കൃത്യമായിട്ട് അടച്ചിരിക്കണം. ഈ അടവിൽ എന്തെങ്കിലും മുടക്കം വന്നു കഴിഞ്ഞാൽ 90 ദിവസം വരെ ഇതാണെങ്കിൽ അതിന് പ്രശ്നമില്ലാണ്ടൊക്കെ പോവും. 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് NPA ആവും. NPA ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ അതിൻ്റെ റിക്കവറി നടപടികളിലേക്ക് പോവും. റിക്കവറി നടപടികളിൽ ഇപ്പോൾ ഹൗസിംഗ് ലോണിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകൾക്ക് കോടതികളിലൊന്നും പോകേണ്ട കാര്യമില്ല. നേരിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്തുകൊണ്ട് ആ വീട്ടിൽ കൊണ്ട ഇതിൻ്റെ ഒരു നോട്ടീസ് ഒട്ടിച്ചുകൊണ്ട് ഈ വസ്തു പിടിച്ചെടുക്കാൻ പറ്റും. അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ വസ്തു കോടതിയുടെ ഒരു വായ്പയ്ക്കുള്ള തുക ഈ വസ്തുവിൽ നിന്ന് തിരിച്ച് പിടിക്കാവുന്നതാണ്. ഈ തിരിച്ചു പിടിച്ചിട്ട് ഈ വായ്പയ്ക്കുള്ള തുക ആ കിട്ടുന്ന തുകയിൽ നിന്നും അടച്ച ശേഷം എന്തെങ്കിലും തുക മിച്ചമുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് തിരിച്ചു. ഇതാണ്, അതിനെയാണ് സർഫാസി ആക്ട് എന്ന് പറയുന്നത്. ആ ആക്ട് പ്രകാരം ഇതിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കാം. അപ്പം ആ രീതിയിൽ ഇതിനെന്തെങ്കിലും തിരിച്ചടവിൽ വീഴ്ച വന്ന് NPA ആയി കഴിഞ്ഞാൽ ബാങ്കുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഹൗസിംഗ് ലോൺ വളരെ സേഫാണ്. കാരണം ഇയാളുടെ സെക്യൂരിറ്റി അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടും കൂടെയാണ് ബാങ്കുകാർക്ക് ഹൗസിംഗ് ലോൺ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഇതുകൊണ്ട് ഹൗസിംഗ് ലോൺ കൊടുക്കാൻ എല്ലാവർക്കും
വളരെ സന്തോഷമുണ്ട്, താല്പര്യമുണ്ട്. അപ്പോൾ ഈ മാതിരിയുള്ള നമ്മുടെ ഈ ഹൗസിംഗ് ലോൺ, ഇൻട്രസ്റ്റ് സബ്സിഡിയുള്ള ഹൗസിംഗ് ലോൺ നമ്മുടെ കേരളത്തിലും ധാരാളം കൊടുക്കുന്നുണ്ട്. അത് ഈ മുനിസിപ്പൽ ഏരിയകളിലെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൗസിംഗ് ലോൺ മുനിസിപ്പൽ ഏരിയയിൽ വീട് വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇതിന് അർഹതയുള്ളവരാണ്. ആ അർഹത എടുക്കാൻ എല്ലാവരും അതിന് വേണ്ട റിക്വസ്റ്റ് ബാങ്കിൽ കൊടുക്കണം. ബാങ്കുകാർ പലപ്പോഴും ഈ റിക്വസ്റ്റ് അവരോട് പറയാറില്ല. നമ്മൾ ഇതിന് ആവശ്യപ്പെടണം. ആവശ്യപ്പെട്ട് കഴിഞ്ഞ് നമ്മളിതിന് നേടണം. ഇതിന് വേണ്ട നമ്മൾ മുനിസിപ്പൽ ഏരിയ എന്ന് വിചാരിച്ച് ഇതിന് മുനിസിപ്പാലിറ്റിയിലൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. മുനിസിപ്പാലിറ്റി അല്ല ഇതിൻ്റെ ആളെ ഐഡന്റിഫൈ ചെയ്യുന്നതും ഇതിന് സബ്സിഡി കൊടുക്കുന്നതും ബാങ്കുകൾ തന്നെയാണ്. ബാങ്കുകൾക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനും സബ്സിഡി ക്ലെയിം ചെയ്യാനും ഉള്ള അധികാരമുണ്ട്. ഈ സബ്സിഡി മറ്റ് ചില സബ്സിഡി സ്കീം പോലെ അവിടെ ഡെപ്പോസിറ്റ് ആയിട്ടിട്ട് സൂക്ഷിക്കുകയൊന്നുമല്ല. നമ്മുടെ ബാങ്കിലേക്ക് തന്നെ ക്രെഡിറ്റ് ചെയ്യാൻ, അങ്ങനെ നേരെ ക്രെഡിറ്റ് ചെയ്യാനുള്ള ഒരു അവകാശമുള്ളൊരു ലോണാണ്. അപ്പോൾ ഇതിങ്ങനെയുള്ള ഈ സബ്സിഡി നമുക്ക് എടുക്കാൻ കഴിയണം. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, എല്ലാവരുടെയും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായമോ ഫീഡ്ബാക്കോ തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുക. ഇത് സ്റ്റോപ്പ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ സാർ, താങ്ക് യു തോമസ് സാർ, വളരെ നന്നായിരുന്നു സാർ. നാളത്തെ ക്ലാസ് എടുക്കുന്ന വേണുഗോപാൽ സാർ ഉണ്ടോ ഇവിടെ? വേണുഗോപാൽ സാർ ഉണ്ടോ? സാർ നാളത്തെ ക്ലാസ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ സാർ. സത്യാന്വേഷണം കേട്ടില്ലല്ലോ സാർ, എന്താ പറഞ്ഞ? ജീവന്റെ സത്യാന്വേഷണം. ഓക്കെ, അപ്പൊ നാളത്തെ വേണുഗോപാൽ സാറിന്റെ വിഷയം ജീവൻ സത്യാന്വേഷണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം. തോമസ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇതിനുശേഷം പോസിറ്റീവ് കമ്മ്യൂണിന്റെ 8 മണിക്ക് ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ അങ്ങോട്ട് പോരെ. ഓക്കെ, ഞാൻ ഇറങ്ങും. തോമസ് സാർ ഇച്ചിരി നേരത്തെ ഈ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ എടുക്കായിരുന്നു. ഇപ്പൊ എല്ലാരും വീട് വെച്ച് കഴിഞ്ഞായതുകൊണ്ട് ഇതിനകത്ത് ആർക്കും വലിയ താല്പര്യം കാണില്ല. പിന്നെ വേറെ ഒന്നുള്ളത്, ഒരു 2000 സ്ക്വയർ ഫീറ്റ് വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 12 ലക്ഷം രൂപയൊക്കെ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 18 ലക്ഷം രൂപയല്ലേ കിട്ടുന്നുള്ളൂ. ബാക്കി രൂപ എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ സബ്സിഡിയാ സാറേ, ലോൺ കൂടുതൽ കിട്ടും. അല്ല, സബ്സിഡി എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിന് മാത്രമല്ലേ ഉള്ളൂ. ഇൻട്രസ്റ്റ് സബ്സിഡി ഇൻട്രസ്റ്റിന് മുഴുവനും ഇല്ലല്ലോ. അവർക്കായിട്ട് 4% അല്ലേ സബ്സിഡി ഉള്ളൂ. അതിന് 4% ഉള്ളൂ, ബാക്കി പോവും. ഒരു സംശയം ഇതാണ്, ഈ 4% എനിക്കിപ്പം വേണ്ടിയിട്ടല്ലെങ്കിൽ പോലും ചോദിക്കുകയാണ്, ഈ 4% സബ്സിഡി കിട്ടിയതും കൂടെ കൂട്ടി നമുക്ക് ഇൻകം ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അത് പറ്റുകയല്ല സാറേ, നമ്മൾ എത്ര ആകെ ക്രെഡിറ്റ് ചെയ്തൊന്നും അതിനെ കിട്ടുള്ളൂ. സബ്സിഡി ഉണ്ട്, അത് കുറച്ചിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഏതായാലും വളരെ നന്നായിട്ട് സാറേ ക്ലാസ് എടുത്തു. ക്ലാസ് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷെ പണ്ടാണ്ട് പറഞ്ഞാലൊക്കെ പ്രയോജനം എന്ന് പറയുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചത്. അല്ല, നിങ്ങൾക്ക് വേറെ വല്ലവരും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാമല്ലോ സാറേ, ആ ഒരു ഉപകാരം ചെയ്യാമല്ലോ. ഇത് പലർക്കും അറിയത്തില്ല സാറേ, അറിയത്തില്ല. അതുകൊണ്ട് അവർക്കൊന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും അർഹത ഉണ്ടെങ്കിൽ ഇപ്പോഴും ഉള്ള സ്കീമാണ്, നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും എടുക്കാനായിട്ടുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കും, അത് ചെയ്യാം. ഇപ്പൊ പകുതി പണിതവർക്കാണെങ്കിലും ബാക്കി പൈസ കിട്ടുമോ? അന്നേരം പകുതി പണിതവര് ഒക്കെ ആണെങ്കിലും പകുതി അല്ല, അതിന് സ്കീമിന് മുമ്പ് കൊടുക്കണമെന്നാ എന്റെ ഇത് സാറേ. ഇതിനകത്തെ ഈ സ്കീമിനകത്ത് നമ്മൾ പെടുത്തി വിടണം. സബ്സിഡി ആദ്യമേ എടുക്കണം, പിന്നെ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അത് സംശയമുണ്ട്. സാറേ, സാർ പറഞ്ഞ കൂട്ടത്തിലെ ഈ സാങ്ഷനിങ് അതോറിറ്റിയുടെ ഏജിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സാങ്ഷനിങ് അതോറിറ്റിക്ക് അത് സാറേ, അത് ഇതിനകത്ത് അത് ഞാൻ മറ്റേ സ്കീമിന്റെയും കൂടെ ഇതിനകത്ത് ഇതായി പോയതാ. ഇത് 59 വയസ്സ് വരെ വന്നതേ ഉള്ളൂ. 59 വയസ്സ് വരെ ഉള്ളവർക്കേ കിട്ടുള്ളൂ. മാനേജറുടെ പവറിനകത്ത് തന്നെ വരുന്ന കേസേ ഉള്ളൂ. മറ്റേ സ്കീം ആണെങ്കിൽ 75 വയസ്സ് വരെ അതിനകത്ത് വന്നതാണ്. ഞാൻ അതിന്റെ ഇത് എടുത്ത് തന്നെ കോപ്പി ചെയ്തപ്പം അതിനകത്ത് വന്ന ഒരു മിസ്റ്റേക്കാണ് കേട്ടോ. അല്ല സാറേ, അപ്പൊ ഈ റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് കഴിഞ്ഞെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞ് പോയില്ലേ മാനേജർ, ഈ സാങ്ഷനിങ് അതോറിറ്റി? പിന്നെ സാങ്ഷനിങ് അതോറിറ്റിയുടെ ഏജ് അല്ല സാറേ അത്.
അതല്ലല്ല സാർ ബോറോവറുടെ തെറ്റിപ്പോയതാ. ഏജാ, ബോറോവറുടെ ഏജാ, ഓ അത് ശരി. ബോറോവറുടെ ഏജ്. സാക്ഷനിങ് അതോറിറ്റിക്ക് ഏജ് ഇല്ല സാറേ, ഏജ് അതാ ലിമിറ്റ് ഞാൻ ഇല്ല. ചോദിച്ചത്, അതാ ഞാൻ ചോദിച്ചത്. അയാള് സർവീസിലുള്ള അത്രയും കാലം, അത് 60 വയസ്സ് വരെ ഉള്ളു ഇപ്പം ബാങ്ക് മാനേജർ. ഓക്കെ സാർ ഒരു ആ. സംശയം ചോദിച്ചോട്ടെ സാർ? ഇപ്പൊ മാഡം ചോദിച്ചോ. അതായത് ഇപ്പൊ നമ്മള് മക്കള് നമുക്ക് കേരളത്തിൽ ഒരു വീടുണ്ട്, പാരന്റ്സ് ആയിട്ട് ഉണ്ടാക്കിയത്. പിന്നെ അപ്പൊ മക്കളൊക്കെ ബാംഗ്ലൂരൊക്കെ ആണെങ്കിലേ അവരവിടെ താമസിക്കണേ, അവർക്ക് അവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ വീട്? അവർക്ക് വേറെ വെക്കാം. ഒരു പ്രായപൂർത്തിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനൊരു വേറെ സെപ്പറേറ്റ് ഫാമിലി ആയിട്ട് കൂട്ടാം അല്ലേ? ഓക്കെ, അവർക്ക് അവിടെ എടുക്കാം മാഡം. ഓക്കെ സാർ, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു സാർ. ചാറ്റ് ബോക്സിൽ 1-2 ഇട്ടിട്ടുണ്ട്. ഓക്കെ സാർ. തോമസ് സാറേ, വളരെ ഇൻഫോർമേറ്റീവായ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നന്നായി സാറ് നന്നായിട്ട് അവതരിപ്പിച്ചു. ഓക്കെ, താങ്ക് യു സാർ. പിന്നെ ഒരു ഡൗട്ട്, പിന്നെ നമ്മളിപ്പം വൈഫിന്റെ പേരിലാണ് സ്ഥലമെങ്കിൽ ഹസ്ബൻഡിന് ലോൺ എടുക്കാൻ പറ്റുമോ? എടുക്കാമല്ലോ സാർ, എടുക്കാം. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സിവിൽ റേറ്റ് ഒക്കെ നമ്മുടെ പേരിലായി, സിവിലിന്റെ ഒക്കെ വരിക. അപ്പം സിവിൽ നമ്മുടെ. അതെ. അപ്പൊ വൈഫിന്റെ ഒരു സ്ഥലമുണ്ട്, സ്ഥലത്തിന്റെ ഓണറുടെ പേരിൽ തന്നെ ലോൺ എടുക്കേണ്ടി വരും, അങ്ങനെ ഉണ്ടോ? അതും വൈഫിനെ കൂടെ ജോയിന്റ് ആക്കേണ്ടി വരും. വൈഫിനെ ജോയിന്റ് ആക്കും, രണ്ടുപേരുടെ കൂടെ തരും. സ്ഥലം രണ്ടുപേരുടെ ജോയിന്റ് ആയിട്ട് സ്ഥലം ഒരാളുടെ പേരിൽ മതി. സ്ഥലം രണ്ടുപേരുടെ പേരിൽ ആക്കണ്ട, സ്ഥലം ഒരാളുടെ പേരിൽ തന്നെ, പക്ഷെ ലോൺ തരുന്ന രണ്ടുപേരുടെയും കൂടെ ആയിരിക്കും. ലോണിൽ അവരെയും കൂടെ ആപ്ലിക്കന്റ് ആക്കും. ഓക്കെ. പിന്നെ 10,000 രൂപ മന്ത്ലി ആണോ അത് ഇയർലി, അങ്ങനെ പറഞ്ഞു ബാലൻസ്? അത് മന്ത്ലിയാ സാർ. മന്ത്ലി നമുക്ക് നെറ്റ്, അതായത് അവരുടെ കുടുംബച്ചെലവ് നടക്കണ്ടേ? അതെ. കുടുംബച്ചെലവിന് മിനിമം ഒരു 10 കയ്യിൽ ഉണ്ടാകണം, ആ ഒരു കണ്ടീഷൻ. പിന്നെ ഒരു ഡൗട്ടാണ്, ജനറൽ ഒരു ഡൗട്ടാണ്. പിന്നെ നമ്മുടെ ഇപ്പം റെഡി ക്യാഷ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ വീടുണ്ടാക്കുന്നതും ഈ ലോൺ എടുക്കുന്നതും തമ്മിൽ എന്താണ് അതിന്റെ ശരിക്കുള്ള ഡിഫറൻസ്, ബെനിഫിറ്റ് എന്താണ്? അങ്ങനെ ഒന്നുണ്ടോ? അങ്ങനെ ധാരാളം ബെനിഫിറ്റ് ഉണ്ട്. അത് ഞാൻ ആ ബെനിഫിറ്റിൽ പറഞ്ഞു. അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് ശരിക്ക് നമ്മുടെ പല ആൾക്കാരുടെ കയ്യിലുള്ള കാശ് ചിലപ്പോൾ വൈറ്റ് മണി ആയിരിക്കില്ല, പ്രോപ്പർ റെക്കോർഡുള്ള മണി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള സോഴ്സ് ഇൻകം ടാക്സ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു ഹെൽപ്പായിരിക്കും ഒരു ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇൻകം ടാക്സ് പേ ആണെങ്കിൽ ഈ ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റിനും ഇതിന്റെ തിരിച്ചടവിനും നമുക്ക് ഇൻകം ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടും. അതൊരു ബെനിഫിറ്റാണ്. ഇതുണ്ട്. അങ്ങനെയുള്ള ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് കാശുള്ളവരും ഈ ഹൗസ് ലോൺ എടുക്കാറുണ്ട്. പിന്നെ നമ്മളെ വീട് വെക്കുമ്പോഴുള്ള അതിന്റെ സാധനത്തിന്റെ വാല്യൂ പിന്നീട് ഡിഫറൻസ് വരുമല്ലോ കുറെ കാലം കഴിഞ്ഞാൽ. അപ്പം നമ്മള് ലോൺ എടുത്തുകൊണ്ടാകുന്ന അങ്ങനെ ലാഭം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് തീർച്ചയായിട്ടും അത് വരുമല്ലോ. നമ്മളിപ്പം നമ്മുടെ പൈസ ഇല്ല, നമ്മൾ കുറെ കൂടെ കയ്യിൽ സേവ് ചെയ്തിട്ട് അന്നേരം കാശ് ഉണ്ടാവും വെക്കണമെന്ന് പറഞ്ഞാൽ കുറെ കൊല്ലം കഴിയുമ്പോഴത്തേനും നമുക്ക് ഇന്ന് പണിയുന്ന വീട് അന്ന് ആ വിലയ്ക്ക് തീർക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ആ ഒരു ബെനിഫിറ്റും ഉണ്ട്. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു തോമസ് സാറേ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സാറ് കുറെ ലോണൊക്കെ അനുവദിച്ചത് കൊണ്ടും വളരെ പാഷനേറ്റ് ആയിട്ടാണ് സാറ് ക്ലാസ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ PMAY പ്രധാനമന്ത്രി ആവാസ് യോജന എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലായത്. ഇപ്പോ നമുക്ക് വേണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഇത് ലോൺ എടുക്കാനൊക്കെ സൗകര്യം ആണ്. നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിന്റെ നമ്പറൊക്കെ ഉണ്ടല്ലോ, ചോദിക്കുകയും ചെയ്യാം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സാറിന്റെ മക്കൾ വല്ല ജോലിയായിട്ട് വല്ല മുനിസിപ്പൽ ഏരിയയിലോ കോർപ്പറേഷനോ ഒക്കെ പോകണമെങ്കിൽ അവർക്ക് അവിടെ ഒരു വീട് വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് എടുക്കാം. അതെ, എടുക്കാം. അതെ. അപ്പൊ ഞാൻ അതാണ് ആലോചിച്ചത്. എന്റെ മകൻ ഇപ്പോ 31 വയസ്സായി, അവനൊരു വീട് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഉപയോഗപ്പെടുത്താം. നമുക്ക് ഇതിനകത്ത് അത്ര വലിയ ബെനിഫിറ്റ് അല്ലെങ്കിൽ പോലും നമുക്ക് കൊല്ലം 36,000 ആണെങ്കിലും കുറെ കൊല്ലം ആകുമ്പോഴത്തേനും നമുക്കൊരു വ്യത്യാസം, നല്ലൊരു തുക വരുന്നില്ല. അതെ, പിന്നെ സബ്സിഡി ഒക്കെ ഉള്ളതല്ലേ. എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണല്ലോ വേണ്ടത്. സർക്കാർ തരുന്ന സൗകര്യങ്ങൾ, ഇപ്പൊ ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട് ഗ്രാമങ്ങളിലൊക്കെ.
അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണല്ലോ വേണ്ട സർക്കാരിന്റെ. തീർച്ചയായിട്ടും അത് നമ്മൾ ഉപയോഗിക്കണം, നമ്മൾ ഉപയോഗിക്കണം. ഓക്കെ, താങ്ക് യു സർ. കോണ്ടാക്ട് നമ്പർ ഒന്ന് ചാറ്റിലിടാവോ? കോണ്ടാക്ട് നമ്പർ അല്ലേ? ഓക്കെ, താങ്ക് യു. നീ ഒന്ന് പറഞ്ഞാ മതി സാർ നമ്പർ ഒന്ന്. ഞാൻ പറഞ്ഞേക്കാം, എന്നാ പറഞ്ഞോളൂ, ഞാൻ അങ്ങ് എഴുതിക്കോളൂ എന്നാ. ഓക്കെ, 94 എഴുതിയോ? 9495 00 5827. ഒന്നുകൂടെ ഞാൻ പറയാം, 9495 00 5827. തോമസ് വിജയ്. ഓക്കെ സാർ, കിട്ടി. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ? കാഷ്വൽ ആയിട്ട് പറയുന്നത് സാർ, എനിക്ക് പക്ഷെ എന്റെ മകനെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു വീട് വെക്കുന്നത് നല്ലതാന്ന്. ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ പറയണ വീട് വെക്കണ്ട അങ്ങനെയൊക്കെ പറയുന്നത്. അതില് മ്യൂച്വൽ ഫണ്ട് ഒക്കെ ഇട്ടാ മതി. പിന്നെ എനിക്ക് നമ്മളുടെ ഒരു ഇതില് വീട് വെക്കുന്നത് നല്ലതാണ്, നമ്മുടെ വീടായിട്ട്. അതിന്റെ പിന്നെ പണിയുമ്പോഴും നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ, നമ്മള് താമസിക്കണ്. എനിക്ക് പക്ഷെ ഈ എന്റെ മകനെ കൊണ്ട് മനസ്സിലാക്കി. മോനിപ്പോ പറയുന്ന അത്ര ശരിയല്ല മാഡം. ഇപ്പൊ മാർക്കറ്റ് എല്ലാം ഭയങ്കര അപ്പായി നിൽക്കുക. അപ്പൊ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന യൂണിറ്റുകൾ വളരെ കുറവായിരിക്കും. അപ്പൊ മ്യൂച്വൽ ഫണ്ട് ഒന്നും ഈ വളരെ മാർക്കറ്റ് അപ്പായിരിക്കുമ്പോൾ ഒട്ടും ആകർഷകമല്ല. നേരെ മറിച്ച് മാർക്കറ്റ് വളരെ ലോ ആയിരുന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വളരെ ആകർഷകമാണ്. അത് നമുക്ക് അപ്പാവുമ്പോൾ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഇത് എപ്പോഴെങ്കിലും നമ്മുടെ മാർക്കറ്റ് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന് ഒരു വാല്യൂ ഇല്ലാണ്ട് കേട്ടോ. മകനോട് പറയാ, അതിനെപ്പറ്റി ശരിക്കും പഠിച്ചിട്ട് ഇവ കാര്യങ്ങൾ ചെയ്യാൻ പറയാം. ഒരു മുതിർന്ന ആള് പറഞ്ഞു തരുമ്പോ നമുക്ക് അതിനൊന്നും കൂടിയും അല്ല. പിന്നെ സാറ് വളരെ ഓതന്റിക് ആയിട്ടാ പറയണം. താങ്ക് യു സാർ. അതുപോലെ തന്നെ സാബു സാറ് വളരെ നല്ലൊരു കാര്യം ചെയ്യണത്, വൈവിധ്യമാർന്ന മേഖലകളിൽ കൂടി നമ്മളെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് സാറ്. തീർച്ചയായിട്ടും അത് തീർത്തും സൗജന്യമായിട്ട്. അതാണ് ഒരു നോമിനൽ ആയിട്ടുള്ള ഒരു ഫീസ് പോലും വാങ്ങാതെ വളരെ സൗജന്യമായിട്ടാണ്. ഓക്കെ, നമ്മളീ പ്രോഗ്രാം ചെയ്യുന്ന ഒരു കുറെ മണിക്കൂറുകൾ മെനക്കെട്ടിരുന്നാണ് സാറേ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മൾ ഫ്രീ ആയിട്ടാ ചെയ്യുന്നത് എല്ലാവർക്കും. നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ അറിവ് നമുക്ക് അതൊന്ന് റീറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ അത് എന്ന് നശിച്ചു പോവുകയുള്ളൂ. നമ്മളിപ്പം റിട്ടയർ ചെയ്തിട്ട് 2 കൊല്ലം 3 കൊല്ലം ആകുമ്പോ എന്നാലും നമുക്ക് ഇത് ലൈവ് ആകാൻ പോകാൻ പറ്റും. നമ്മളിങ്ങനെ ചെയ്യുന്നോണ്ടാണ്. അല്ല സാറേ, വേണുഗോപാൽ സാറേ. നമസ്കാരം സാർ. പിന്നെ ക്ലാസ് ഗംഭീരായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ ഇതിലായതുകൊണ്ട് പിന്നെ വലിയ സംശയങ്ങളൊന്നും ഉണ്ടായില്ല. സാറ് കൃത്യമായിട്ട് പിന്നെ പറഞ്ഞു വന്നുകൊണ്ട് ഈ ഒരു സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അതൊരു വസ്തുതയാണല്ലോ. ഞാനും ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കത് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ചോദിക്കുന്നത്, കാരണം മറ്റുള്ള ചാൻസ് കിട്ടാമല്ലോ അന്നേരം കൊണ്ട്, അതുകൊണ്ടാണ് ഒന്നും ചോദിക്കാതെ. മറ്റുള്ളവർ മനസ്സിലാകുന്നേക്കാൾ കൂടുതൽ സാറിന് മനസ്സിലാവും. അതെ, നമുക്ക് മറ്റുള്ള ഈ പ്രശ്നങ്ങൾ വരുമ്പോ അതിൽ നിന്നാണല്ലോ പഠിക്കുക. അതെ. അശോക് കുമാർ എന്ന് പറഞ്ഞ ആളൊന്ന് ചാറ്റ് ചെയ്തിരിക്കുന്നു. ചാറ്റ് ഉണ്ടല്ലേ, നോക്കട്ടെ.
ചാറ്റ് ഞാൻ നോക്കില്ല, ഒന്ന് നോക്കട്ടെ ചാറ്റ്. When repayment is defaulted loans. Age up to 75, younger partner can be permitted if land jointly held. അത് പറ്റില്ല. ഇത് 59 വരെ ഉള്ളൂ ഈ സ്കീമിന് കൊടുക്കാൻ പറ്റൂ. പിന്നെ സബ്സിഡി വിൽ ബി ക്രെഡിറ്റഡ് റീപേയ്മെന്റ് ഇസ് ഡീഫാൾട്ടഡ് ലോൺ. ഡീഫാൾട്ടഡ് ലോണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കിയിട്ടില്ല. അത് വേണം അന്വേഷിച്ച് നോക്കണം സാർ. എനിക്ക് അതിനെ കൃത്യം ഇപ്പൊ ഒരു മറുപടി പറയാൻ ഇതുണ്ട്. തോമസ് സാറേ, ഞാൻ ഉദ്ദേശിച്ചത് 70 വയസ്സ് വരെ യങ്ങർ പാർട്ട്ണർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് റീപേയ്മെന്റ് പീരീഡ് എടുക്കാം. ഈ റീപേയ്മെന്റ് പീരീഡ് എടുക്കാം സാറേ. അല്ല, റീപേയ്മെന്റ് പീരീഡ് ഹസ്ബൻഡ് വൈഫാണ്, ജോയിന്റ് ഹോൾഡ് പ്രോപ്പർട്ടി ആണ്. ഈ വൈഫിന് 40 വയസ്സായിട്ടുള്ള ആള്, ഹസ്ബൻഡിന് 59 വയസ്സ് കഴിഞ്ഞെങ്കിലും നമുക്ക് 11 അല്ല വൈഫിന്റെ വെച്ചിട്ട് ഉള്ള 70 വയസ്സാണ് അവരെ എടുക്കാലോ, അങ്ങനെയല്ലേ? അങ്ങനെ എടുക്കാൻ പറ്റില്ല സാറേ. 59 വയസ്സ് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല ഈ സ്കീം. അല്ല, അപ്ലിക്കേഷൻ അല്ല ചോദിക്കും. നമ്മള് എലിജിബിൾ ആയ വൈഫിന്റെ പേരിൽ ലാൻഡ് പ്രോപ്പർട്ടി, ലാൻഡ് പ്രോപ്പർട്ടി വൈഫിന്റെ ലാൻഡ് പ്രോപ്പർട്ടിയും വൈഫിന്റെ പേരിലാണ്. അപ്പൊ അവർക്ക് റീപേയ്മെന്റ് എങ്ങനെ എടുക്കുക, മാക്സിമം ആളിന്റെ എടുക്കാം. അത് ആ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. നേരെ മറിച്ച് ഈ വസ്തു ഹസ്ബൻഡിന്റെ പേരിലാണെങ്കിൽ ഹസ്ബൻഡ് എങ്ങനെയായാലും നിർബന്ധമായിട്ട് വരണം. അങ്ങനെ വരുമ്പോൾ അർഹതയില്ലാണ്ടായി. അല്ല, ജോയിന്റ് ആണെങ്കിലോ പറ്റില്ല. പറ്റില്ല. നേരെ മറിച്ച് വൈഫിന്റെ പേര് മാത്രമാണെങ്കിൽ എടുക്കാം. ഓക്കെ. ഇത് കോർപ്പറേഷനിലും ഉണ്ടല്ലോ സ്കീം അല്ലേ? കോർപ്പറേഷനും ഉണ്ട് സാർ. അർബൺ ഏരിയ എല്ലാം. പക്ഷെ ചില മുനിസിപ്പാലിറ്റികളും അപ്ലിക്കേഷൻ സോഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ബാങ്കിലേക്ക്. മെമ്പർമാരൊക്കെ ആൾക്കാരെ ഇങ്ങനെ ഹൗസിംഗ് ആൾക്കാർ പറഞ്ഞേക്കുന്നത് കാണാറ്. അങ്ങനെ വിടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ അതോറിറ്റി ബാങ്കാ. മറ്റേ പല ഗവൺമെന്റ് സ്കീമുകൾക്കും മുനിസിപ്പാലിറ്റി ഐഡന്റിഫൈ ചെയ്ത് ബാങ്കിലേക്ക് ഫോർവേഡ് ചെയ്യണം. ഇതിന് അങ്ങനെ ആവശ്യമില്ല. ഓക്കെ. മുനിസിപ്പാലിറ്റി ഫോർവേഡ് ചെയ്താലും ബാങ്കുകൾ സ്വീകരിക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെ പറയുക. ഒന്നും പറയാനില്ല, നമ്മൾ അവസാനിപ്പിക്കുക. അല്ലാണ്ട് സാബു സാർ വേറെ ക്ലാസ്സിലേക്ക് പോയി തോന്നുന്നല്ലേ? സാബു സാറിന് 8 മണിക്ക് ക്ലാസ് ഉണ്ട് സാർ. പോസിറ്റീവ് കമ്മ്യൂണിറ്റി SDP. അല്ല സാർ, നമ്മള് ഒരു സംശയത്തിന്റെ ഈ സബ്സിഡി ഈ ടോട്ടൽ എമൗണ്ട് സാങ്ഷൻ ചെയ്യുന്നതോടുകൂടി അതിന്റെ പ്രൊപ്പോർഷൻ റേറ്റുള്ള പിന്നെ സബ്സിഡി അക്കൗണ്ടിലേക്ക് അല്ലേ വരുന്നത്. പിന്നീട് അങ്ങനെ ഡിഫോൾട്ടിന്റെ പ്രശ്നം വരുന്നില്ലല്ലോ അവിടെ. ഡിഫോൾട്ടിന് വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. കാരണം നമ്മള് ഇപ്പൊ ലോൺ സാങ്ഷൻ ചെയ്യുമ്പോൾ ആ എമൗണ്ടിലുള്ള സബ്സിഡി ആണല്ലോ. സബ്സിഡിയാ നമ്മൾ ചെയ്യുന്നത്. അത് സാറേ ഓരോ പ്രാവശ്യം സബ്സിഡി ബാങ്ക് അങ്ങോട്ട് ക്ലെയിം ചെയ്യുക. കൊല്ലല്ലേ സാറേ? എല്ലാ കൊല്ലം വരിക സബ്സിഡി. ഓരോ കൊല്ലം ഒന്നിച്ച് ആദ്യം കിട്ടില്ല. ഓരോ കൊല്ലത്തിൽ ഇൻട്രസ്റ്റിന്റെ ഷെയർ. അത് ടോട്ടൽ എമൗണ്ട് സാങ്ഷൻ ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് സാങ്ഷൻ ചെയ്യുന്നത് ഓരോ കൊല്ലമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അവരോട്ട് കൊടുക്കും. പക്ഷെ അതില് അതെ അങ്ങനെയാണല്ലോ സാറ്? അങ്ങനെയാണ് ചെയ്യുന്നത്. സബ്സിഡി അഡ്വാൻസ് കിട്ടില്ല, ഇയർലി വരിക. ഇയർലി അതെ. അപ്പൊ റീപേയ്മെന്റ് നോക്കും. റീപേയ്മെന്റ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ കിട്ടില്ല. അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണ്. പക്ഷെ അവിടെ ഈ അതിന്റെ ചില ബാങ്കുകളില് ഈ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് കളക്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇത് കൊടുത്തിട്ട് ഇൻട്രസ്റ്റ് സബ്സിഡി കൊടുത്തിട്ട് ചില ഇതില്. നാഷണൽസ് ബാങ്കിൽ ഇപ്പൊ എങ്ങനെയാന്നുള്ളത് അറിയില്ല. ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ടല്ലോ അതിന്റെ. പീനൽ ഇൻട്രസ്റ്റ് എടുക്കുമല്ലോ. മാക്സിമം NPA ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന വരെ തന്നെ കിട്ടുള്ളൂ. NPA ക്ലാസിഫൈ ചെയ്ത ആക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലെയിമും ഇല്ല, അക്കൗണ്ട് ഇതായി. അല്ല, NPA ആയി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ക്ലെയിം ഇല്ലല്ലോ സാർ? ഇല്ല, അതന്നെ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം 3 ഇൻസ്റ്റാൾമെന്റ് തെറ്റുമ്പോ തന്നെ കഴിഞ്ഞില്ലേ അയാൾ എലിജിബിലിറ്റി? NPA പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ലല്ലോ. ഇൻട്രസ്റ്റ് എടുക്കാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇൻട്രസ്റ്റ് ക്ലെയിം നമ്മൾ ബാങ്ക് എടുത്താലല്ലേ അത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ബാങ്ക് സിസ്റ്റം റെഗുലർ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്യും.
എന്നിട്ട് ഇൻട്രസ്റ്റ് സസ്പെൻസിലേക്ക് റൺ ചെയ്യുക, അല്ലാണ്ട് അങ്ങനെയാണ്. ഇൻട്രസ്റ്റ് എടുക്കാതിരിക്കുന്നില്ല, സസ്പെൻഡില്ല, പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ കയറുന്നില്ലല്ലോ. ഇല്ല, പക്ഷേ അതല്ല, ഇയാള് ഡീഫോൾട്ട് ആയി കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു 3 മാസം കഴിഞ്ഞാൽ പിന്നെ ക്ലെയിം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ലെയിം ഒക്കെ ചെയ്യാൻ പറ്റില്ല സാറേ, കാരണം അക്കൗണ്ടിൽ സാറും ചെക്ക് ചെയ്താൽ മതി, ഞാനൊന്ന് നോക്കാം. ഞാൻ ചെക്ക് ചെയ്തോളാം. പക്ഷെ അത് ഉണ്ടാകില്ല, കാരണം എന്ന് പറഞ്ഞാൽ ബാങ്ക് എടുക്കുന്നില്ലല്ലോ, അക്കൗണ്ടിൽ എടുക്കുന്നില്ലല്ലോ, സസ്പെൻസിൽ. അത് വെറുതെ ബാങ്കിന്റെ ബുക്ക് റെക്കോർഡിന് വേണ്ടി മാത്രം എടുക്കുന്നതല്ലേ. അതല്ലേ NPA കിട്ടില്ല, മറ്റേ ഓവർഡി ആയ പ്രശ്നമില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. NPA ആകാത്ത ഓവർഡി ഉണ്ടല്ലോ, നോർമൽ ഓവർഡി പ്രശ്നമില്ല. NPA ആയ പിന്നെ ക്ലെയിം ചെയ്യുന്നില്ല, ബാങ്ക് എടുക്കുന്നില്ലല്ലോ, കിട്ടില്ല. ഓക്കെ സാർ, താങ്ക് യു. ശരി സാർ, ഓക്കെ. ഈ റോസമ്മ പാലാക്കുന്നതിൽ മിക്ക ഇടയ്ക്കിടയ്ക്ക് കാണാം, പക്ഷെ അവരൊന്നും പറയാറില്ല. മാഡം ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. NPA എന്നുള്ളതിന് കൂടാതെ SMA 1, SMA 2 എന്ന് പറയുന്ന കൺസെപ്റ്റും കൂടി ഉണ്ട്. അതുണ്ട്, പക്ഷെ അതിന് ഇത് പ്രശ്നം ഇല്ലായിരിക്കും സാർ. അന്നേരം ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ടല്ലോ. SMA 2 ഉള്ള ഒരു കേസിനെ നമ്മള് ഒരു പ്രോബബിൾ NPA എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. നമ്മളൊരു ടേക്ക് ഓവർ ഒക്കെ വരുമ്പോൾ SMA 2 ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് NPAയുടെ ചാൻസ് അനുസരിച്ചല്ലേ കാറ്റഗറി നമ്മൾ ചെയ്യുന്നത്. കഴിക്കാൻ അവർ ബാങ്ക് മാനേജർ വളരെ നന്നായിട്ട് ക്ലാസ് എടുക്കണം. ബാങ്ക് മാനേജർ അത് നന്നായിട്ട് കഴിക്കാം. പിള്ളേരെ ഞാൻ വിളിക്കണ്ടെങ്കിൽ അപ്പൊ അല്ലെങ്കിൽ ആദ്യം ഇന്ന് എന്തെങ്കിലും ഉണ്ടാവോ? ബാലുവിന് ഉറങ്ങണെങ്കിലേ ഇപ്പൊ അതൊന്ന് വിളിച്ചാലോ നമുക്ക്? ഇനി ആരെയും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കും ചോദ്യം ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല സാർ, എന്നാ പിന്നെ നമ്മൾ എൻഡ് ചെയ്തേക്കട്ടെ സാറേ. ആയിക്കോട്ടെ സാർ. ഓക്കെ, നമ്മൾ എൻഡ് ചെയ്തേക്കാം. ഓക്കെ, ഇനി അടുത്ത ആഴ്ച കാണാം സാറേ. ഗുഡ് നൈറ്റ്. ഓക്കെ, എല്ലാവരോടും ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.